അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ സഹോദരികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കർമ്മശാസ്ത്ര പഠന ക്ലാസ്സിൽ നിസ്കാരത്തിൻ്റെ രൂപം സിഫത്തുസ് സ്വലാ എന്ന ഭാഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഖിറാഅത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ എന്ന ഉപാധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ചക്കെടുത്തത്. അതിന് വ്യത്യസ്തമായ വശങ്ങൾ പറഞ്ഞു. ഇമാമ് നിർബന്ധമായും ഓതണം, മഅ്മൂമും ഓതണം, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും ഓതണം എന്ന് പറഞ്ഞു. എന്നാൽ ഇമാമിൻ്റെ ഫാത്തിഹ കേൾക്കുമ്പോൾ മഅ്മൂമ് ഓതാൻ പാടില്ല, അല്ലാത്ത സമയത്താണ് ഓതേണ്ടത്. ഇനി അതിനൊരു അവസരം കിട്ടിയില്ല എങ്കിൽ മഅ്മൂമിൻ്റെ ഫാത്തിഹ ഒഴിവാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. റുക്കൂഇലോ അല്ലെങ്കിൽ റുക്കൂഇ തൊട്ട് മുമ്പോ ആണ് അയാൾ വന്നത്, ഫാത്തിഹ ഓതാൻ സാഹചര്യം കിട്ടിയില്ല എങ്കിലും അയാൾക്കത് മതിയാകും, ഫാത്തിഹ അയാൾക്ക് ഒഴിവായി കിട്ടും എന്ന കാര്യം പറഞ്ഞു. പിന്നീട് ഫാത്തിഹ അറിയാത്ത ഒരാൾ, പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരാളോ പഠിക്കാൻ സാഹചര്യം കിട്ടാത്ത ഒരാളൊക്കെ ആണ് എങ്കിൽ അയാൾ എന്തു ചെയ്യണം എന്ന് ചർച്ച പറഞ്ഞു. മറ്റു വല്ലതും ഖുർആൻ അറിയുമെങ്കിൽ സമാനമായി 7 ആയത്ത് അയാൾ പാരായണം ചെയ്യണമെന്നും, ഇനി 1-2 ആയത്തെ ആകെ അറിയുകയുള്ളൂവെങ്കിൽ ചിലർ പറഞ്ഞു ആ ആയത്ത് 7 പ്രാവശ്യം ആവർത്തിച്ച് ഓതുകയാണ് വേണ്ടത് എന്നും, മറ്റു ചിലർ പറഞ്ഞു അതല്ല, അറിയുന്ന ആയത്ത് ഓതുക, ബാക്കിയുള്ളതിന് പകരം തക്ബീർ, തഹ്മീദ്, തഹ്ലീൽ, തസ്ബീഹ് എന്നിവ കൊണ്ടുവരികയാണ് അയാൾ ചെയ്യേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു. ഇനി 1714 മസ്അലയാണ് നമുക്ക് വായിക്കാനുള്ളത്. ഫാത്തിഹ ഒട്ടും അറിയില്ല എങ്കിൽ, ഖുർആനും അറിയില്ല എങ്കിൽ എന്താണ്? നേരത്തെ പറഞ്ഞു ഫാത്തിഹ അറിയില്ല, എന്നാൽ ഖുർആനിൽ വേറെ ചില ആയത്തുകൾ അറിയാം എങ്കിൽ ആ ആയത്ത് ഓതണം എന്ന് പറഞ്ഞു. ഇനി ഫാത്തിഹയും അറിയില്ല, ഖുർആനിലെ ഒരു ആയത്തും അയാൾക്ക് അറിയുകയില്ല എങ്കിൽ മൻ അജസ അൻ തഅല്ലുമിൽ ഫാത്തിഹത്തി, ഫാത്തിഹ പഠിക്കുന്നതിന് അയാൾക്ക് കഴിയാതെ പോയി, ഔ ലാഖൽ വഖ്തു അൻ തഅല്ലുമിഹി ലഹ, അലി പഠിക്കാൻ വേണ്ട സമയം കിട്ടിയില്ല, ഇസ്ലാം സ്വീകരിച്ച അടുത്ത് വന്നിട്ടേ ഉള്ളൂ, അടുത്ത വക്ത് നേരെ പള്ളിക്ക് വരികയാണ്, അയാൾക്ക് ഫാത്തിഹ പഠിക്കാനൊന്നും സാവകാശം ഉണ്ടായിട്ടില്ല. വലം യകും മഅഹു ശൈഉം മിനൽ ഖുർആൻ, അയാൾക്കാവട്ടെ ഖുർആനിൽ ഒന്നും തന്നെ അയാളുടെ പക്കൽ ഇല്ലതാനും, അഥവാ ഒരു ആയത്തോ ഒന്നും പഠിക്കാത്ത ഒരാളാണ് എങ്കിൽ അജ്സഅഹു അൻ യദ്കുറല്ലാഹ തആല, അയാൾക്ക് ദിക്ർ മതിയാവും, അള്ളാഹിനെ സ്മരിക്കുക, സുബ്ഹാനല്ലാഹ് 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 പറഞ്ഞ് ഒരു ഫാത്തിഹ ഓതുന്ന ആ സമയം അയാൾ അങ്ങനെ നിന്നാൽ തന്നെ അതിന് പകരം മതി. അലി സുബ്ഹാനല്ലാഹ്, അലി അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് തുടങ്ങി അള്ളാഹിനെ സ്മരിക്കുന്ന വല്ലതും അയാൾ ഉച്ചരിച്ചാൽ തന്നെ അയാൾക്ക് മതിയാകുന്നതാണ്. ലിമാ സബത അൻ അബ്ദുല്ലാഹിബ്നു അബി ഔഫ, തെളിവ് അബ്ദുല്ലാഹിബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. ഖാല, അദ്ദേഹം പറയുന്നു, ജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, ഇന്നി ലാ അസ്തതിഉ അൻ ആഖുദ മിനൽ ഖുർആനി ശൈഅ, എനിക്ക് ഖുർആനിൽ ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല, ഫഅല്ലിംനി മാ യുജ്സിഉനി മിൻഹു, അതുകൊണ്ട് അതിന് പകരം മതിയാകുന്നത് എന്താണോ അത് നബിയെ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. ഖുർആൻ എനിക്ക് പഠിക്കുന്നില്ല, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എനിക്കതിന് പകരം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഖുൽ, നീ പറയുക, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് നീ പറഞ്ഞോ. ഖാല, അപ്പം ഈ മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ, ഹാദാ ലില്ലാഹ്, ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണല്ലോ, ഫമാലി, എനിക്കിപ്പോൾ എന്താ ഉള്ളത് ചോദിച്ചു. ഇതിപ്പോൾ അള്ളാഹിനെ മഹത്വപ്പെടുത്ത, ഫാത്തിഹ അള്ളാഹ്ക്കും അടിമക്കും കൂടിയാണ്. ആ ഫാത്തിഹയുടെ പകുതി അള്ളാഹ്ക്കും പിന്നീട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മുതൽ അടിമക്കുള്ളതാണല്ലോ. അപ്പം ഇതെല്ലാം അള്ളാഹ്ക്കല്ലേ, എനിക്കെന്താണുള്ളത്? ഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഖുൽ, നീ പറഞ്ഞോ, അല്ലാഹുമ്മ റഹംനി വർസുഖ്നി
വഅഅഫിനി വഹ്ദിനി എന്ന് നീ പറഞ്ഞോ. അപ്പോൾ ഫാത്തിഹ അറിയാത്ത, ഖുർആൻ അറിയാത്ത ഒരാൾക്ക് പകരം അള്ളാഹിനെ സ്മരിക്കുക, ദുആ ചെയ്യുക എന്നിവ പകരം മതി എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. ഫലമ്മ ഖാമ, ഇയാളാണ്ട് എഴുന്നേറ്റ് പോയപ്പോൾ ഖാല ഹാക്കദാ ബിയദിഹി, അയാൾ കൈ കൊണ്ട് ഇങ്ങനെ കിട്ടിപ്പോയി എന്ന മട്ടിൽ അയാൾ ഇങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തിൽ എങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് അയാൾ പോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ഹാദാ ഫഖദ് മൽഅ യദഹു മിനൽ ഖൈർ, അയാൾ കൈ നിറയെ ഖൈർ വാങ്ങിപ്പോയി. അവൻ വലിയ വാങ്ങിയടിച്ച് പോയി, വലിയ ലക്കിയൊക്കെ അടിച്ചത് കൈ നിറയെ ഖൈറുമായിട്ടാണ് അവൻ നിറച്ചിരിക്കുന്നത് എന്ന് നബിതങ്ങൾ പറഞ്ഞു. ഇമാം അഹ്മദ്, അബൂദാവൂദ് എന്നിവരൊക്കെ ഉദ്ധരിച്ച ഹസനായ പരമ്പരയിൽ വന്ന ഒരു ഹദീസാണ്. ഇനി 1715 ലാ തുജിസു ഖിറാഅത്തുൽ ഫാത്തിഹത്തി വലാ ഗൈറുഹാ മിൻ ഖിറാഅ അബിദ്ദിക്രി ഫി സ്വലാത്തി ഇല്ലാ ബിൽ അറബിയ്യ. ഫാത്തിഹയാണെങ്കിലും മറ്റു സൂറത്താണെങ്കിലും ദിക്റാണെങ്കിലും ശരി, നിസ്കാരത്തിൽ അറബി അല്ലാതെ മതിയാവുകയില്ല. നിസ്കാരത്തിൻ്റെ ഭാഷ അറബിയാണ്. അവിടെ ഫാത്തിഹ ആണെങ്കിലും അറബിയിലേ ഓതാവും, സൂറത്ത് അറബിയിലേ ഓതാവും. ദിക്റാണെങ്കിലും അള്ളാഹുവിനെ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ പോരാ, അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് അറബി തന്നെ പറയേണ്ടതുണ്ട്. വഹാദാ ഖൗലുൽ ജംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് അറബി അല്ലാത്തതും മതിയാകും, അറബി അറിയാതാകുമ്പോൾ. അറബിയൊക്കെ അറിയില്ല എങ്കിൽ അറബില്ലാത്ത ഭാഷ മതിയാകുമോ ഇല്ലേ, ചർച്ചയുണ്ട്. പക്ഷെ ഭൂരിപക്ഷ അഭിപ്രായം അറബിൽ തന്നെ വേണം എന്നാണ്. അവിടെ താഴെ നമ്പർ 2 കാണാം. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് സൂറത്ത് ഫാത്തിഹയുടെ തഫ്സീറിൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ 19ാമത്തെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ബിൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷയിൽ ഫാത്തിഹ ഓതിയാൽ അത് മതിയാവുകയില്ല. വഹുവ യുസ്ന അറബിയ, അറബി അറിയുമായിരിക്കെ. വഹുവ ഖൗലുൽ ജംഹൂർ, അതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. വഖല അബൂ ഹനീഫ, എന്നാൽ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞു തുജ്സിഉൽ ഖിറാഅത്തു ബിൽ ഫാരിസിയ വഇൻ അഹ്സന അറബി, അറബി അറിയുമെങ്കിലും പേർഷ്യൻ ഭാഷയിൽ ഓതിയാൽ മതിയാകും എന്ന് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, ആ അർത്ഥം അവിടെ പാലിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞ ന്യായം. ഇബ്നു മുൻദിർ പറഞ്ഞു അത് മതിയാവുകയില്ല എന്ന് പറഞ്ഞു. ലഅന്നു ഖിലാഫു മാ അമറല്ലാഹു ബിഹി വഖിലാഫു മാ അല്ലമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖിലാഫു ജമാഅത്തുൽ മുസ്ലിമീൻ, അല്ലാഹ് പഠിപ്പിച്ചതിനുമെതിരാണ്, നബിതങ്ങൾ ചെയ്തതിനുമെതിരാണ്, മുസ്ലിമീങ്ങളുടെ ജമാഅത്ത് ഇത്രയും കാലം ചെയ്തു പോകുന്നതിനും എതിരാണ്. വലാ നഅലമു അഹദൻ വാഫഖഹു അലാ മാ ഖാല, അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞതിനോട് യോജിച്ച ഒരാളെയും നമുക്കറിയുകയുമില്ല എന്ന് ഇബ്നു മുൻദിർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം അറബിയിൽ മാത്രമേ പറ്റുകയുള്ളൂ, അല്ലാത്ത ഭാഷ മതിയാവുകയില്ല എന്നാണ്. എന്നാൽ മൻ അജസ അൻ തഅല്ലുമിൽ ഫാത്തിഹത്തി, ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ, ഫാത്തിഹ പഠിക്കാൻ കഴിഞ്ഞില്ല, വഅൻ തഅല്ലുമി ഗൈരിഹാ മിനൽ ഖുർആൻ, അല്ലാത്ത സൂറത്തും പഠിക്കാൻ കഴിഞ്ഞില്ല, വദ്ദിക്രി, ദിക്റും പഠിക്കാൻ കഴിഞ്ഞില്ല, വലാഖൽ വഖ്തു, സമയമാണെങ്കിൽ വളരെ കുറച്ചുള്ളതാണ്, നിസ്കാരം തെറ്റാൻ പോവാണ്, അയാൾക്ക് ഒന്നും പഠിക്കാനുള്ള ഗ്യാപ്പില്ല, ഈ സമയം കഴിഞ്ഞ് പോകാൻ അധികമൊന്നുമില്ല, ആ സമയം കൊണ്ട് അയാൾക്കൊരു സുബ്ഹാനല്ലാഹ് പോലും പഠിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അങ്ങനത്തെ ഒരാളാണ് എങ്കിൽ ജാസ, അനുവദനീയമാണ് അൻയദ്കുറല്ലാഹ തആല ബിലുഗതിഹി, അവൻ്റെ ഭാഷയിൽ അവൻ അള്ളാഹിനെ ഓർക്കാവുന്നതാണ്. അത് അനിവാര്യമായ ഘട്ടമായതാണ്, മുൽത്തറാണ്, എനിക്ക് വേറെ നിർവാഹമില്ല, ആ സമയത്ത് അയാൾക്കത് പറ്റും എന്നാണ് അഭിപ്രായമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഫഇല്ലം യുഹ്സിനിൽ ദിക്ർ, ദിക്റും അയാൾക്ക് അല്ല, അമ്മൽ ഫാത്തിഹ, എന്നാൽ ഫാത്തിഹ ഫലാ യജൂസു ലഹു, അതൊരിക്കലും ജായിസല്ല അൻ യഖറഅഹ ബിഗൈരിൽ അറബിയ്യ, അറബി അല്ലാത്ത ഭാഷയിൽ ഫാത്തിഹ ഓതുക എന്നത് അനുവദനീയമല്ല. ലഅന്നൽ ഖുർആന ലാ തജൂസു തർജമതുഹു ഇലാ ഗൈരിൽ അറബിയ്യത്തി അസ്ല, വിശുദ്ധ ഖുർആനെ അസ്ലിയായി അറബിയില്ലാത്ത ഭാഷയ്ക്ക് മാറ്റുക എന്ന് ഏതെന്നാലും ജായിസ്. അറബി ഭാഷയിലാണ് ഖുർആനെങ്കിൽ അത് പിന്നെ നമുക്ക് പിന്നെ ഭാഷ മാറ്റിയിട്ട് അറബിക്ക് പകരം മറ്റൊരു ഭാഷയിൽ ഖുർആൻ കൊണ്ടുവരിക എന്നത് ഏതായിരുന്നാലും പറ്റില്ല. അർത്ഥം അത് വേറെ, ഖുർആൻ തന്നെ അറബിയില്ലാത്ത ഭാഷയിലാക്കുക എന്നുള്ളത് പറ്റുകയില്ല. കാരണം ഖുർആന്റെ ഭാഷയിലും മുഴുജത്താണ്, ആശയത്തിലും മുഴുജത്താണ്. ആശയം മാത്രമല്ല മുഴുജത്ത്, ഭാഷയും മുഴുജത്താണ്. അപ്പോൾ ആ ഭാഷ മാറി മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ആ ഇജാസ് അവിടെ
ഉണ്ടാവുകയില്ല. ഇനി ഫഇല്ലം യുഹ്സിന ദിക്റ, ഒരാൾക്ക് ദിക്റും നന്നായി അറിയില്ല, ലിഹദാസത്തി ഇസ്ലാമിഹി, ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് വന്ന ആളാണ്, അവിടെ ദിക്റും അയാൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഔ ലി അന്നഹു അബ്കമു, അല്ലെങ്കിൽ അയാൾ സംസാരശേഷി ഇല്ലാത്ത ഒരാളാണ്, അയാൾക്ക് സംസാരശേഷിയില്ല, എങ്കിൽ വജബ അലൈഹിൽ വുഖൂഫു ബിഖദ്രി ഖിറാഅത്തിൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതുന്ന സമയം അയാൾ നിൽക്കുകയാണ് വേണ്ടത്. ഒന്നും അറിയില്ല, ഫാത്തിഹ അറിയില്ല, ഖുർആനും അറിയില്ല, തസ്ബീഹും അറിയില്ല, അങ്ങനത്തെ ഒന്നും അയാൾ പഠിച്ചിട്ടില്ല. എളുപ്പം ഇസ്ലാമിക വന്നിട്ടേ ഉള്ളൂ, ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. അപ്പോൾ ളുഹർ തെറ്റാൻ ഒരു 10-15 മിനിറ്റ് ബാക്കിയുള്ളൂ, വേറൊന്നും പഠിക്കാനും പഠിപ്പിക്കാനും സാഹചര്യമില്ല. അപ്പോൾ അയാൾ നിസ്കരിക്കാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യാം, അല്ലാഹു അക്ബർ എന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയാം, എങ്ങനെ ചെയ്യാം. എന്നിട്ട് ആ എത്ര സമയം ഫാത്തിഹ ഓതാൻ വേണോ അത്രയും സമയം അയാൾ മൗനമായി നിൽക്കുന്നു. അതാണ് അയാൾ ചെയ്യേണ്ടത്. ബിഖദ്രി ഖിറാഅത്തിൽ ഫാത്തിഹത്തി, ഒരു ഹംബലി മദ്ഹബിലെ അഭിപ്രായമാണത്. ചിലർ പറഞ്ഞു പ്രശ്നമില്ല, അയാൾക്കൊന്നുമില്ലല്ലോ, അപ്പോൾ അയാൾക്കത് ഒഴിവായി കിട്ടും എന്ന് പറഞ്ഞവരുണ്ട്. ഹംബലി മദ്ഹബിൽ അയാൾക്ക് അപ്പോഴും അങ്ങനെ റുക്കിനായതുകൊണ്ട് റുക്കിന് ഒഴിവാവുകയില്ല. അതുകൊണ്ട് റുക്കിന് ഒന്നും ചെയ്യാൻ കഴിയില്ലേ, പകരം മറ്റൊന്ന് ചെയ്യാണ് വേണ്ടത്, അല്ല റുക്കിന് ഒഴിവാകുക എന്ന വിഷയമില്ല എന്നാണ് ഹംബലി മദ്ഹബിലെ അസ്ലി. ലിഅന്നൽ ഖിയാമ റുക്നുൻ, കാരണം ഖിയാം നിൽക്കുക എന്നുള്ളത് റുക്കിനാണ്. ഫലം യസ്ഖുത് ബിൽ അജ്സി അൻ ഖിറാഅത്തി, ഖിറാഅത്തിന് കഴിയില്ല എന്നതുകൊണ്ട് ഖിയാം എന്ന റുക്കിന് ഇല്ലാതാവില്ല. നിസ്കാരത്തിൽ നിൽക്കൽ ഫർളാണല്ലോ, ഫാത്തിഹ ഓതൽ മറ്റൊരു ഫർളാണ്. അപ്പോൾ ഈ ഫർള് ചെയ്യാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് മറ്റേ ഫർള് ഒഴിവാകുകയില്ല. അപ്പോൾ അയാൾ നിൽക്കണം. നിൽക്കുമ്പോൾ എന്താ ചെയ്യില്ല? ഒന്നും ചെല്ലില്ല, കാരണം ചെല്ലാൻ അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, ദിക്ർ ചെല്ലാൻ അറിയില്ല, തസ്ബീഹ് അറിയില്ല, ഒന്നും അറിയില്ല. എങ്കിലും വേണ്ട, അയാൾ സാധാരണ ഒരു ഫാത്തിഹ ഓതാൻ എത്ര സമയം വേണോ ആ സമയം അയാളുടെ നിന്നാൽ മതിയാണ്. അതവിടെ കഴിഞ്ഞു. ഇനി ഫാത്തിഹയുടെ ഇടയിൽ മറ്റു വല്ല ഇടവേളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫാത്തിഹ മുറിയുമോ? അതല്ല, അത് പ്രശ്നമില്ലാതെ പോകാൻ പറ്റുമോ എന്നാണ് 1719 മസ്അല. മൻ അത്താ അസ്നാഅ ഖിറാഅത്തിൽ ഫാത്തിഹ, ഫാത്തിഹ ഓതുന്നതിനിടയിൽ ഒരാൾ കൊണ്ടുവന്നു ബിമാ യഖ്തഉ ഖിറാഅതഹ, ഫാത്തിഹയുടെ ഖിറാഅത്തിനെ മുറിക്കുന്ന വല്ലതും, മിൻ സുകൂത്തിൻ, ഒന്ന് അയാൾ മൗനമായിരുന്നു, കുറച്ച് സമയം ഒന്നും മിണ്ടാതെ ഫാത്തിഹ 3 ആയത്ത് ഓതിയിട്ട് പിന്നെ അയാൾ കുറേ നേരം മിണ്ടാകുന്നു. എന്നാൽ ഇനി അയാൾക്ക് 4-ാമത്തെ ആയത്ത് മുതൽ ഓതിയാൽ മതിയോ? അതല്ല, തലക്കുന്ന വീണ്ടും അയാൾ ഓതേണ്ടതുണ്ടോ? ഔ ദിക്രിൻ, അതിനിടയ്ക്ക് വേറെ ദിക്റും ചിലയാൾ ഫാത്തിഹ ഓതുന്നതിനിടയിൽ തന്നെ അയാൾ ഒരു ദിക്ർ നിർവഹിച്ചു. ഒക്കാന ദാലിക ഉദ്രിൻ, ചിലപ്പോൾ ഒരു ഉദറുണ്ടായിരുന്നു, വെറുതല്ല, ഒരു ഉദറുണ്ട്, കനൗമിൻ, ഒന്നുകിൽ ഒരു ഉറക്കം വന്ന അയാൾക്ക്. ഔ സുജൂദി തിലാവത്തിൽ മഅൽ ഇമാമി, ഇയാൾ ഫാത്തിഹ ഓതി ഒരു 2-3 ആയത്ത് ആയപ്പോഴാണ് ഇമാമ് തിലാവത്ത് സുജൂദിക്ക് പോയത്. ഇമാമ് സൂറത്ത് ഓതുന്നു, അപ്പോഴാണ് ഇയാൾ ഫാത്തിഹ ഓതിയത്. ഫാത്തിഹ 2 ആയത്ത് കഴിഞ്ഞപ്പോഴേക്ക് ഇമാമ് സുജൂദിക്ക് പോയി, തിലാവത്ത് സുജൂദ്. അപ്പോൾ ഇയാൾ ഇമാമിനൊപ്പം പോകണമല്ലോ. അത് കഴിഞ്ഞ് വന്നാൽ അയാൾക്ക് ഇനി ഫാത്തിഹ തലക്കുന്ന വീണ്ടും ഓതണമോ? അതല്ല, നേരത്തെ ഇവിടെ എത്തിയോ അതിൻ്റെ ബാക്കി ഓതിയാൽ മതിയോ? അതാണ്. ഔ ഗൈരിദാലിക, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ ഇടയ്ക്ക് ഖിറാഅത്ത് മുറിഞ്ഞു പോയാൽ ലം യദുർറുഹു, അത് പ്രയാസമൊന്നും ഉണ്ടാക്കുകയില്ല. അപ്പോൾ ഫാത്തിഹയിൽ തുടർച്ച മുറിഞ്ഞെന്ന് വരുന്നില്ല, ബാക്കിയോന് ഓതി പൂർത്തിയാക്കിയാൽ മതി. ഖിയാസൻ അലാ ഖത്ഇഹാ ലിൽ ഇസ്തിആദത്തി മിനശ് ശൈത്വാനി വനഹ്വി ദാലിക മിമ്മാ ഹുവ മഅ്ദൂനുൻ ഫീഹി, പിശാചെന്ന് കാവൽ തേടാൻ വേണ്ടി നിർത്താൻ അനുവാദമുള്ളതുപോലെ അതിനെ ഖിയാസാക്കിയിട്ട് നമുക്ക് പറയാം എന്നാണ്. എനിക്കൊരു അഴുതുബില്ലാ പറയേണ്ടി വന്നു, അതൊക്കെ പറയാം. ഫാത്തിഹ ഓതുന്നതിനിടയിൽ തന്നെ ഒരു ഇസ്തിആദത്ത് ഒരു ആവശ്യമായി വന്നു, എങ്ങനെയൊക്കെ ചൊല്ലാം, അതിന് ഇളവുണ്ട് എങ്കിൽ അതുപോലെ തന്നെയാവുന്നു ഇതും എന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു ഇടവേള വന്നാലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇനി 1720 ഫാത്തിഹ വീണ്ടും ഓതാൻ പറ്റുമെന്നാണ്. ഫാത്തിഹ ശേഷം സൂറത്ത് ഓതാൻ പറഞ്ഞല്ലോ, ആ സൂറത്ത് ഫാത്തിഹ ആക്കാൻ പറ്റുമെന്ന്. ആദ്യം ഫാത്തിഹ ഓതി, ഇനി ഇഷ്ടമുള്ള സൂറത്ത് ഓതാം. ആ സൂറത്ത് അയാൾ ഫാത്തിഹ തന്നെ ഓതി, അപ്പോൾ 2, 3, 4 പ്രാവശ്യം ഫാത്തിഹ ഓതുന്നു, അത് പറ്റുമോ? യുക്റഹു, കറാഹത്താണ് തക്റാറുൽ ഫാത്തിഹ, ഫാത്തിഹ ആവർത്തിക്കൽ, ലിഗൈരി സബബിൻ, ഒരു കാരണവുമില്ലാതെ ഫാത്തിഹ ആവർത്തിക്കുക എന്നത് കറാഹത്താണ്. ലിഅന്നഹു സിയാദത്തു റുക്നിൻ ഫിസ്സലാ, കാരണം ഫാത്തിഹ ഓതൽ റുക്നാണ്. അപ്പോൾ ഫാത്തിഹ വീണ്ടും ഓതുമ്പോൾ ഈ റുക്കിന് അയാൾ വീണ്ടും ചെയ്യൽ വരുന്നു. ഒരു റുക്കിന് അധികമാക്കുക എന്നത്
നല്ല കാര്യമല്ല. മിൻ ഗൈരി മസൂഖിൻ ശർഈൻ, ശർഈയായി അനുവദിക്കപ്പെട്ട രൂപത്തിലല്ലാതെ ഒരു റുക്കിന് വീണ്ടും ചെയ്യുക എന്നത് കറാഹത്താണ്. വഹുവ ഗൈറു മുബ്തിലിൻ ലഹാ, എന്നാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയൊന്നുമില്ല. അയാൾ ഫാത്തിഹ വീണ്ടും മോദി നിസ്കാരം ബാത്തിലാവുക ചോദിച്ചാൽ ഇല്ല, അതും സൂറത്ത് തന്നെയാണ്. എന്നാൽ റുക്കിനായതുകൊണ്ട് ഒരു റുക്കിന് വീണ്ടും ആവർത്തിക്കുക എന്ന ഗണത്തിലേക്ക് വരുമോ എന്നതാണ് അതിലുള്ള ചർച്ച. ലിഅന്നഹു ലാ യുഗയ്യിറു ഹൈഅത്തഹാ, എന്തുകൊണ്ട് ബാത്തിലാവൂല? നിസ്കാരത്തിന് രൂപത്തിൽ മാറ്റം വരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ സുജൂദ് ഏറെ ചെയ്തു കൽപ്പിച്ചൂട്ടി നിസ്കാരം ബാത്തിലാവും. ഒരു റുക്കൂ ഏറെ ചെയ്തു നിസ്കാരം ബാത്തിലാവും. കാരണം നിസ്കാരത്തിന്റെ രൂപം തന്നെ മാറിയപ്പോൾ, നിസ്കാരത്തിന്റെ രൂപം മാറി. ഫാത്തിഹ ഒന്ന് ഏറെ ഓതിയതുകൊണ്ട് നിസ്കാരത്തിന്റെ രൂപം മാറ്റം വരുന്നില്ല, അതിനാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. അല്ലാഹു അഅലം. മജ്മുഅയിൽ പറഞ്ഞിട്ടുണ്ട് ഇതാണ് 358. ആയിരത്തി 721. വകദാലിക, അപ്രകാരം തന്നെയാണ് തക്റാറു ആയത്തിൻ ഔ ആയത്തൈനി മിനൽ ഫാത്തിഹ, ഫാത്തിഹയിലെ ഒന്നോ രണ്ടോ ആയത്ത് ആവർത്തിക്കലും അങ്ങനെ തന്നെയാണ്. ഒരു ആയത്ത് പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഓതുക, എന്നിട്ട് പിന്നെ ബാക്കി അങ്ങനെ ഓതിപ്പോകുന്നു, അതും ഇപ്രകാരം തന്നെയാണ്. ഫൈൻകാനി ഹാജത്തിൻ, ഒരു ആവശ്യത്തിനാണെങ്കിൽ ഫലാ ഹറജ, തെറ്റൊന്നുമില്ല. വഇല്ലം യകുൻ സമ്മ ഹാജ, ആവശ്യമില്ലെങ്കിലോ ഫഹുവ മക്റൂഹുൻ, അത് കറാഹത്താണ്. ലിഅദമി ബുറൂദിഹി ഫി സുന്നത്തി, കാരണം അങ്ങനെ ഹദീസിൽ സുന്നത്തൊന്നും വന്നിട്ടില്ല. വലാ യുഫ്സിദു സ്വലാ, എന്ന നിസ്കാരത്തെ ഫസാദാക്കുകയും ഇല്ല. ഇപ്പോൾ ആയത്ത് ഓതി കഴിഞ്ഞപ്പോഴേക്ക് സംശയം, ആയത്ത് ഓതിയോ ഇല്ലേ? അപ്പോൾ നിങ്ങൾ അയാൾ ഓതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഓതിപ്പം എന്തോ ശരിയായിട്ടില്ല, എന്തോ ചെറിയൊരു തെറ്റ് വന്നോ എന്ന് തോന്നി, അപ്പോൾ ആയത്ത് വീണ്ടും ഓതി, അതിന് വിരോധമില്ല. അതാണ് ആവശ്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരാവശ്യമില്ലാതെ വെറുതെ ആയത്ത് പിന്നെയും ഓതുക എന്നാണെങ്കിൽ അത് മക്റൂഹാണ്. لأن أصل تكرار آية ونحوها وارد في القراءة بعد الفاتحة, കാരണം ഫാത്തിഹ അല്ലാത്ത സൂറത്തുകളിൽ ഒരായത്ത് 2-3 പ്രാവശ്യം ആവർത്തിച്ച് ഓതിയതൊക്കെ നബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒറ്റായത്തിൽ ആവർത്തിച്ച് ഓതിയത് സ്വഹാബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് തവണ ഒരു ആയത്ത് ഓതിയത്, നേരം മുഴുക്കോളം ഒറ്റായത്തുമ്പോൾ നിസ്കരിച്ചത് ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഫാത്തിഹയും അങ്ങനെ നോക്കുമ്പോൾ ഫാത്തിഹയും തെറ്റൊന്നുമില്ല. തെറ്റുണ്ടെങ്കിൽ പ്രത്യേകം പറയണം, അത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടി വന്നു? അത് റുക്കിനാണല്ലോ. അപ്പോൾ റുക്കിനിൽ ഒരു ആവർത്തനം വരിക എന്ന വകുപ്പിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ആ ചർച്ച വന്നത്. ഇതേപോലെ ആയത്തും റുക്കിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കൂടുമ്പോഴാണ് റുക്കിന് പൂർത്തിയാവുക. അപ്പം ആയത്ത് പോയാൽ റുക്കിന് പൂർത്തിയാവില്ലല്ലോ. ഇനി 1722. ഇദാ അത്വാദൽ ഇമാമു ഫി അയ്യി റക്അത്തിൻ സിർരിയത്തിൻ, പതുക്കെ ഓതുന്ന നിസ്കാരത്തിൽ ഇമാമ് ദീർഘിപ്പിച്ചു എങ്കിൽ ലം യുശ്അദിൽ മഅ്മൂമി തക്റാറുൽ ഫാത്തിഹ, അപ്പോൾ മഅ്മൂമിന് ഫാത്തിഹ വീണ്ടും ഓതാൻ പറ്റുമോ? ഇല്ല, അങ്ങനൊന്നുമില്ല. പതുക്കെ ഓതുന്ന റക്അത്ത് സൂറത്തില്ല, ഫാത്തിഹ മാത്രമേ ഉള്ളൂ. നമ്മൾ ഫാത്തിഹ എത്ര കേട്ട് ഇമാം റുക്കൂക്ക് പോകണില്ല, ഇമാം അങ്ങ് ദീർഘമായി നിൽക്കുകയാണ് എങ്കിൽ നമ്മൾ ആ ഫാത്തിഹ ഒന്നും കൂടി ഓതാമോ? ഇല്ല. ലിമാസബഖ, ഇപ്പോൾ പറഞ്ഞ ആ ന്യായം തന്നെയാണ് അതിനും ഉള്ളത്. വഇന്നമാ യുശ്റഉ ഖിറാഅത്തു സൂറത്തുൽ ഉഖറ, മറ്റു സൂറത്ത് ഓതാം. ഔ ആയാത്തി മിൻ ഗൈരിഹാ, ഫാത്തിഹ അല്ലാതെ മറ്റായത്തും അയാൾക്ക് ഓതാം. വെറുതെ കണ്ട ആവശ്യമില്ല, അതൊക്കെ മറ്റു സൂറത്തോ മറ്റു ആയത്തൊക്കെ വേണമെങ്കിൽ അവന് ഓതാവുന്നതാണ്. അതോടെ ഫാത്തിഹയുടെ ഭാഗം അവിടെ കഴിയുന്നു. ഇനി അത്ഇമീൻ അൽ ഫസ്ലു സാനി അശർ, 12ാമത്തെ ഉപാധ്യായം അത്ഇമീനു, ആമീൻ ചൊല്ലുക എന്നാണ്. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നുള്ളതാണ് ആമീൻ പറയാൻ. നമ്മൾ ആദ്യം അഊദ് പറഞ്ഞു, പിന്നെ ബിസ്മി പറഞ്ഞു, പിന്നെ ഫാത്തിഹ പറഞ്ഞു. ഇനി ഫാത്തിഹ പൂർത്തിയായാൽ ഉള്ളതാണ് തഅ്മീൻ, ആമീൻ പറയുക എന്നത്. യുസ്തഹബ്ബു, സുന്നത്താക്കപ്പെടും. ലിൽ മഅ്മൂമി, മഅ്മൂമിന് അത്ഇമീനു, ആമീൻ ചൊല്ലൽ ബഅദൽ ഫറാഗി മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആമീൻ ചൊല്ലൽ. ഏത് ഫാത്തിഹ? ലിൽ മഅ്മൂമി, മഅ്മൂമിൻ്റെ ഫാത്തിഹ. عند قراءة الإمام وعند قراءته هو في السرية وفي الجهرية. ഉറക്കോത നിസ്കാരമാകട്ടെ പതുക്കോത നിസ്കാരമാവട്ടെ, മഅ്മൂമിൻ്റെ ഫാത്തിഹ എപ്പോൾ കഴിഞ്ഞോ അപ്പം അയാൾക്ക് ആമീൻ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇമാമിൻ്റെ ഫാത്തിഹ കഴിയുമ്പോൾ ആമീൻ പറയും, ഇമാം ഫാത്തിഹ ഓതി കഴിയുമ്പോൾ ആമീൻ പറയും. ഒരു പക്ഷേ അത് ശേഷമായിരിക്കും നമ്മൾ ഫാത്തിഹ ഓതുന്നത്, എന്നാലും നമ്മളെ ഫാത്തിഹ കഴിയുമ്പോഴും ആമീൻ ചൊല്ലൽ സുന്നത്തുണ്ട്.
ഇദാ ഖറഅഹ അവൻ ഫാത്തിഹ ഓതിയാൽ ഫീ സക്താത്തിൽ ഇമാം ഇമാമിൻ്റെ സക്തകളിൽ അതാ ഇദാ ഖറഅഹ ഫീ സക്താത്തിൽ ഇമാം ഇമാം മൗനമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അവൻ ഫാത്തിഹ ഓതിയാൽ അവനും അതിന് ആമീൻ ചൊല്ലണം. മുസന്നിഫ് പറഞ്ഞതാണ് ഇമാം ഉറക്കെ ഓതുമ്പോൾ ഓതേണ്ടതാണ്. ഇമാമിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഓൻ ഓതേണ്ടതില്ല. ഓതുകയാണെങ്കിലോ ഖിറാഅത്ത് അല്ലാത്ത ഇടവേളയിൽ ഓതാൻ പറഞ്ഞത്. ക്ലാസ് പറഞ്ഞല്ലോ, ഫാത്തിഹയുടെ മുമ്പോ ശേഷമോ ഇതിൻ്റെ ഇടയിലോ ഒക്കെ ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ആ ഗ്യാപ്പിന് ഓതാം. ആ ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിലോ ഓതേണ്ടതുമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഓതി എങ്കിൽ അയാളുടെ ഓത്ത് അവസാനിക്കുമ്പോഴും അയാൾ ആമീൻ പറയണം. ഫാത്തിഹയിൽ പറ്റും, കൗലിയായത് പറ്റും. ഫെയിലിയായതാണ് മുൻകടക്കാൻ പറ്റാത്തത്. ഫെയിലിയായ കർമ്മങ്ങളിൽ മുൻകടക്കാൻ പാടില്ല, കൗലിയായതിൽ മുൻകടക്കാൻ പറ്റും. കമാ യുസ്തഹബ്ബു തഅ്മീനു ലിൽ മുൻഫരിദി ഒറ്റ നിസ്കരിക്കുന്ന ഒരാൾക്കും ആമീൻ സുന്നത്തായതുപോലെ തന്നെ അയാൾക്കും സുന്നത്തുണ്ട്, ഇമാമിന് സുന്നത്തുണ്ട്, ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്ന മഅ്മൂമിനും ആമീൻ സുന്നത്തുണ്ട്. വഹാദാ കുല്ലുഹു മുജ്മഉൻ അലൈഹി ഫിൽ ജുംല ഇതെല്ലാം മൊത്തത്തിൽ ഇജ്മാ ഉള്ള കാര്യമാകുന്നു. നിർബന്ധമില്ലാത്ത ആമീൻ പറഞ്ഞ് നിർബന്ധമില്ല, ആമീൻ ഓതി പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം മാത്രമാവുന്നില്ല. ഇത് മൊത്തത്തിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. കമാ യുസ്തഹബ്ബു തഅ്മീനു ലിൽ ഇമാം ഇമാമിനും സുന്നത്താണ് ഫി സ്വലാത്തി സിദ്രിയത്തി ഇജ്മാഅൻ പതുക്കെ ഓതുന്ന നിസ്കാരത്തിൽ ഇമാം ആമീൻ ഓതണമെന്ന ഇജ്മാ ഉണ്ട്, സുന്നത്താണ്. വയുസ്തഹബ്ബു ദാക ഫിൽ ജഹരിയ്യ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലും സുന്നത്താണ് ഫി ഖൗലിൽ ജംഹൂർ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ. അപ്പോൾ അവിടെ തർക്കമുണ്ട്. സ്വകാര്യമായി പതുക്കെ ഓതുന്ന നിസ്കാരത്താണെങ്കിൽ ഇമാമിനും സുന്നത്ത് മഅ്മൂമിനും സുന്നത്ത്, ഉറക്കെ അതിൽ ഇജ്മാ ഉണ്ട്. ഉറക്കെ ഓതുന്ന നിസ്കാരമാണെങ്കിൽ ഇമാമിന് സുന്നത്തുണ്ടോ ഇല്ലേ എന്നതിൽ ഖിലാഫുണ്ട്. ഭൂരിപക്ഷ അഭിപ്രായം അവിടെയും സുന്നത്തുണ്ട്, മഅ്മൂമിന് ഏതെന്നാലും സുന്നത്തുണ്ട് എന്നാണ്. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നബി തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ പറഞ്ഞു എന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇദാ ഖാല അഹദുക്കും ആമീൻ നിങ്ങൾ ഒരാൾ ആമീൻ എന്ന് പറഞ്ഞാൽ വഖാലത്തിൽ മലായികത്തു ഫിസ്സമായി ആമീൻ ആകാശലോകത്തെ മലക്കുകളും ആമീൻ എന്ന് പറയും. ഫവാഫഖത് ഇഹ്ദാഹുമാ അൽ ഉഖ്റ ഒരു ആമീൻ മറ്റേ ആമീനുമായി ചേർന്ന് വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി കഴിഞ്ഞുകായ പാപങ്ങളൊക്കെയും അവന് പൊറുക്കുന്നതാണ് എന്ന ഹദീസാണ് ആമീൻ പറയണം എന്നതിന് തെളിവ്. മറ്റു ഹദീസിൽ ഇമാം ആമീൻ പറഞ്ഞാൽ മലക്ക് ആമീൻ പറയും എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇമാം ആമീൻ പറയണമെന്ന് ആ ഹദീസിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അത് ആധുനിക അർത്ഥം. ആധുനിക ഭാഷയിൽ തഅ്മീൻ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. അമ്മന യു അമ്മിനു തഅ്മീൻ അമ്മന ആമീൻ പറഞ്ഞു എന്നാണ് ഇസ്തിലാഹിയായ അർത്ഥം. അത് ഭാഷാർത്ഥമല്ല. ഭാഷാർത്ഥം സംരക്ഷണമേകി സുരക്ഷിതത്വം നൽകിയതൊക്കെയാണ്. അതിൽ നിന്നാണ് ഇൻഷുറൻസ് എന്നതിന് പിന്നെ ആ വാക്ക് ഉപയോഗിച്ച് പോകുന്നത്. അത് ഹനഫി മദ്ഹബിൽ ആമീൻ പറയാൻ പാടില്ല എന്നാണ്. പറ്റുമെന്ന് മാത്രമല്ല, ആമീൻ പറഞ്ഞ നിസ്കാരം ബാത്തിലാകുമെന്ന് വരെ പറഞ്ഞവർ ഹനഫി മദ്ഹബിലുണ്ട്. അതുകൊണ്ടാണ് അവിടെ അല്ല ഖൗലിൽ ജംഹൂർ എന്ന് പറഞ്ഞത്, ഭൂരിപക്ഷ അഭിപ്രായത്തിൽ. അല്ല പറയണമെന്നാണ്. ഷാഫിന്റെ അഭിപ്രായം ആമീൻ പറയണമെന്നാണ്. ഹനഫി മദ്ഹബിൽ മാത്രമാണ് ആമീൻ പറയേണ്ടതില്ല എന്ന് പറഞ്ഞത്. ഒരേ ഹദീസ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല, അല്ലാഹു അഅലം. ഇനി 1724 വമഅന ആമീൻ ആമീൻ എന്നതിൻ്റെ അർത്ഥം അല്ലാഹുമ്മ സ്തജിബ് അല്ലാഹുവേ നീ ഉത്തരമേകണേ എന്നാണ് ആമീൻ്റെ അർത്ഥം. വഹാദാ ഖൗലുൽ ജംഹൂർ അതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ചിലരൊക്കെ അല്ലാത്ത അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആമീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷ നീ തള്ളിക്കളയല്ല എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്. അതേപോലെ എനിക്കല്ലാതെ മറ്റവൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതിലുണ്ട്. അള്ളാഹിൻ്റെ പേരാണ് ആമീൻ എന്ന് വരെ പറഞ്ഞവരുണ്ട്. സ്ഥിരപ്പെട്ടതൊന്നുമല്ല, ദുർബലമായ ഒരു അഭിപ്രായമാണ്. ഏറ്റവും പ്രബലമായ അഭിപ്രായം ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്തജിബ് അല്ലാഹുവേ നീ ഉത്തരമേകണേ എന്നാണ് അതിനർത്ഥം. വഹിയ ലൈസത്ത് മിനൽ ഖുർആൻ ഇത് ഖുർആനിൽ പെട്ടതല്ല.
ബി ഇജ്മാഇ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരുടെ ഇജ്മാഅ് പ്രകാരം തന്നെ ആമീൻ എന്നത് ഖുർആനിൽ പെട്ടതല്ല. അത് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അല്ല ഫാത്തിഹയിൽ പെട്ടതല്ല ആമീൻ എന്ന ആ ഒരു വചനം. താഴെ നമ്പർ 2 കാണാം. ഹക്കൽ ഹലബിയു ഫിദ്ദുൽ മസൂൻ, അതേപോലെ അബൂ ഹഫ്സ് ഫിൽ ലുബാബി ഫി ഉലൂമിൽ കിതാബ് വൽ ഐനി ഫി ഉംദത്തുൽ ഖാരി, ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നു. വബനു ജൈം ഫിൽ ബഹീർ റായിഖ് വൻ നഫ്രാവി അൽ അസ്ഹരി ഫി ഫവാക്കിഹ് ദവാനി വബനു ഖാസിം ഫി ആഷിത് റൗദുൽ മുറബ്ബി, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അൽ ഇജ്മാഅ അലാ അന്ന ആമീൻ ലൈസത് മിനൽ ഫാത്തിഹ, ആമീൻ ഫാത്തിഹയിൽ പെട്ടതല്ല എന്നതിൽ ഇജ്മാഅ ഉണ്ട് എന്ന് ഈ കിതാബുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഫാത്തിഹ ആമീൻ പറയണം, അതിന് മര്യാദയാണ്, അതമായിട്ട് പറഞ്ഞാണ്. ഇനി യുസ്തഹബ്ബുൽ മഅ്മൂമി, മഅ്മൂമിന് സുന്നത്താണ് അൻ യുവാഫിഖൽ ഇമാമ ഫി തഅമീൻ, ആമീനിൽ ഇമാമിനോട് യോജിക്കുക എന്ന സുന്നത്താണ്. ഇമാം ആമീൻ പറയുന്ന കൂടെ തന്നെ ആമീൻ പറയുക. ഫയുവാഫിഖഹു മിൻ അവ്വൽ തഅമീൻ, ആമീൻ്റെ തുടക്കം മുതൽ തന്നെ ഇമാമിൻ്റെ കൂടെ തന്നെ ആവുക, അതാണ് സുന്നത്ത്. ലിമാ റവാ മുസ്ലിമുൻ അൻ അബീ മൂസ മർഫൂഅൻ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നബിയിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്നു, നബി പറഞ്ഞു ഒരു ദീർഘമായ ഹദീസ്, അതിൽ കാണാൻ പോയിദാ ഖാല വൈദിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ഫഖൂലു ആമീൻ, ഇമാമ് വൈദിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ ഫഖൂലു നിങ്ങൾ പറയുവീൻ ആമീൻ, യുജിബുക്കുമുല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് ഇജാബത്ത് നൽകും. യുസ്തഹബ്ബു തഅമീൻ, ആമീൻ പറയുന്നത് സുന്നത്താണ്. ബഅദൽ ഇൻതിഹാഇ മിൻ ഫാത്തിഹത്തി മുബാശറതൻ, ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നെ നേരെ ഉടനെ തന്നെ ആമീൻ പറയുകയാണ് വേണ്ടത്. പിന്നെ കുറേ ഗ്യാപ്പ് ഇട്ടിട്ടല്ല അർത്ഥം. വലദ്ദാല്ലീൻ ഓതിക്കഴിഞ്ഞാൽ നേരെ ആമീൻ പറയുക. ഈ ഹദീസ് അബീ ഹുറൈറ വ ഹദീസ് അബീ മൂസ അസ്സാബിഖീൻ, ഈ പറഞ്ഞ 2 ഹദീസ്, അബൂ ഹുറൈറയുടെ ഹദീസും അബൂ മൂസയുടെ ഹദീസും റളിയല്ലാഹു അൻഹുമാ. എന്നാൽ മലിക്കി മദ്ഹബിലും ഷാഫി മദ്ഹബിലൊക്കെ ചെറിയൊരു ഇടവേള വേണം, അത് സുന്നത്താണ് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ചെറിയ ഇടവേള വെച്ചിട്ടാണ് ആമീൻ പറയേണ്ടത് എന്ന് നവവി ഇമാമിൻ്റെ ശർഹ് മദ്ഹബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ അഭിപ്രായം അതിനോട് യോജിക്കുന്നില്ല എന്നാണ്. എന്നാൽ ചിലർ പറഞ്ഞു വെച്ചാൽ ഇമാം അങ്ങനെ ഒരു ഇടവേള ഇടുന്നുവെങ്കിൽ മഅ്മൂമും കാത്തിക്കാൻ, അപ്പം ഇമാം വലദ്ദാല്ലീൻ പറഞ്ഞിട്ട് ഒരല്പം ഒന്ന് നിർത്തിയിട്ടാണ് ആമീൻ പറഞ്ഞത്. ചിലപ്പോൾ ഇമാമിന് ഒന്ന് ശ്വാസം അയക്കാൻ വേണ്ടിയോ, ചിലപ്പോൾ ദീർഘമായി ഒന്നാകെ ഓതിപ്പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ശ്വാസം വിടാൻ വേണ്ടി ഒരു ഇടവേള ആവശ്യമുണ്ടാകാം. അങ്ങനെ ഒരു ഇമാം സാധാരണ ഫാത്തിഹ ഓതി കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടേ ആമീൻ പറയാറുള്ളൂ. എങ്കിലും മഅ്മൂമും കാത്തിരിക്കുക, ഇമാം എപ്പോൾ ആമീൻ പറഞ്ഞോ അതിൻ്റെ കൂടെ ആമീൻ പറയുക, അതാണ് വേണ്ടതെന്നാണ്. ഇനി ആമീൻ ഉറക്കെ പറയണമോ വേണ്ടതാണ്. യുസ്തഹബ്ബുൽ ജഹ്റു, ഉറക്കയാക്കൽ സുന്നത്താണ്. ബിത്തഅമീൻ, ആമീൻ ഉറക്കയാക്കൽ സുന്നത്താണ്. ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം ഫി സ്വലാത്തിൽ ജഹ്രിയ്യ, ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയുമ്പോൾ അത് ഉറക്കയാക്കൽ സുന്നത്താണ്. ഇമാമി വൽ മഅ്മൂമി, ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ ഉറക്കെ ആമീൻ പറയുക. ഉറക്കെ ഓതുന്ന നിസ്കാരമാണെങ്കിൽ ആമീനും ഉറക്കയാക്കുക. ഫാത്തിഹ ഉറക്കെ ഓതുന്ന നിസ്കാരമാണെങ്കിൽ ആമീനും ഉറക്കയാക്കുക. ലി ഹദീസ് അബീ ഹുറൈറ വ ഹദീസ് അബീ മൂസ അസ്സാബിഖീൻ, ഇപ്പോൾ തൊട്ടുമേലെ പറഞ്ഞ ആ 2 ഹദീസാണ് അതിനും തെളിവ്. വലിമാ സബത്ത അൻ വാഇൽ ഇബ്നു ഹുജർ, മൂന്നാമത്തെ ഹദീസ് വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറഅ വലദ്ദാല്ലീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലദ്ദാല്ലീൻ എന്ന് ഓതിയാൽ ഖാല ആമീൻ, നബി ആമീൻ പറയുമായിരുന്നു. വറഫഅ ബിഹാ സൗതഹു, നബി ശബ്ദം ഉയർത്തി പറയുമായിരുന്നു എന്നാണ്. വലദ്ദാല്ലീൻ പറഞ്ഞു കഴിഞ്ഞാൽ നബിയും ഉറക്കെ ആമീൻ എന്ന് പറയുമായിരുന്നു. ഇമാം അഹ്മദ്, അബൂദാവൂദ്, തിർമിദി എന്നിവയെല്ലാം ഉദ്ധരിച്ചതാണ്. വലിമാ സബത്ത, 4ാമത്തെ ഹദീസും കൂടി, അൻ ഇബ്നു ജുറൈജിൻ അൻ അത്വാഇൻ ഖാല, അത്വാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു ജുറൈജ് ഉദ്ധരിക്കുന്നു. അത്വാ താബിഇയാണ്. ഖുൽതു ലഹു, ഇബ്നു ജുറൈജ് പറയാണ്, ഞാൻ അത്വാഇനോട് ചോദിച്ചു, അകാന ഇബ്നു സുബൈർ യുഅമ്മിനു അലാ ഇസ്രി ഉമ്മിൽ ഖുർആൻ, ഇബ്നു സുബൈർ ഇമാം നിൽക്കുമ്പോൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആമീൻ പറയാറുണ്ടായിരുന്നുവോ എന്ന് അത്വാഇനോട്
ഇബ്നു ജുറൈജ് ചോദിക്കുന്നു. സുമ്മ ഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നമ അല്ല ഖാല നഅം, അതെ അദ്ദേഹം പറയാറുണ്ട്, വയുഅമ്മിനു മൻ വറഅഹു, പിറകിലുള്ള ആളുകളും ആമീൻ പറയാറുണ്ട്, ഹത്താ അന്നദിൽ മസ്ജിദി ലലജ്ജ, അങ്ങനെ ആ ആമീന് കൊണ്ട് പള്ളിക്കൊരു മുഴക്കമുണ്ടാകുമായിരുന്നു എന്നാണ്. ഇമാമും മഅ്മൂമൊക്കെ ആമീൻ എന്ന് പറയുമ്പോൾ പള്ളിക്കൊന്നാകെ ഒരു മുഴക്കമുണ്ടാകുമായിരുന്നു. സുമ്മ ഖാൽ, എന്നിട്ട് അത്വാ പറഞ്ഞു, ഇന്നമാ ആമീനു ദുആഉൻ, ആമീൻ എന്നത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. വകന അബൂ ഹുറൈറ യദ്ഖുലുൽ മസ്ജിദ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരാറുണ്ട്. വഖദ് ഖാമൽ ഇമാമു ഖബ്ലഹു, ഇമാമ് അദ്ദേഹം വരുന്നതിന് മുമ്പ് പക്ഷേ നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടാവും. അപ്പോഴേ അബൂ ഹുറൈറ വരും. ഫയഖൂൽ, അപ്പോൾ അബൂ ഹുറൈറ പറയും, ലാ തസ്ബിഖ്നി ബി ആമീൻ, ആമീൻ എന്നെ മുൻകടക്കലിട്ടോ എന്ന് പറയും. ഞാൻ കൂടി വരാം, ഞാൻ ഒന്നിച്ച് ആമീൻ പറയാം, എൻ്റെ മുമ്പേ ആമീൻ പറയല്ലേ എന്ന് അബൂ ഹുറൈറ പറയുമായിരുന്നു. ഒരു തബാതുരി ദാലിക അനി സലഫി സ്വാലിഹി ഫീ മസാജിദിഹിം, മാത്രമല്ല ഉറക്കെ ആമീൻ പറയുക എന്നത് സലഫു സ്വാലിഹികളിൽ നിന്ന് മുതവാത്തിറായി വന്ന കാര്യമാണ്. ഫീ മസാജിദിഹിം, അവിടൊക്കെ പള്ളികളിൽ. അപ്പം 5 ഹദീസ് പറഞ്ഞു, പിന്നെ അത്വാഇൻ്റെ ഒരു അധ്യാപനം പറഞ്ഞു, അബൂ ഹുറൈറയുടെ ചെയ്തി പറഞ്ഞു, ശേഷം സലഫു സ്വാലിഹുകൾ സ്വഹാബത്തും താബിഈകളും താബിഈകളും അവരുടെ പള്ളികളിൽ ഇങ്ങനെ നടക്കാറുണ്ട് എന്ന് മുതവാത്തിറായി വന്ന കാര്യവുമാണ്. ഫഖദ് സബത അൻ താബിഇൽ ജലീൽ ഇക്രിമ മൗലാ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് അന്നഹു ഖാൽ, ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, അദ്റക്തുൻ നാസ വലഹും റജ്ജത്തുൻ ഫീ മസാജിദിഹിം ബി ആമീൻ, ഞാൻ കണ്ട ജനങ്ങളൊക്കെ അവരെ പള്ളികളിൽ ആമീൻ പറയുമ്പോൾ പള്ളി ഇങ്ങനെ മുഴങ്ങുമായിരുന്നു എന്ന് ഇക്രിമ മൗലാ ഇബ്നു അബ്ബാസ്. ഇദാ ഖാലൽ ഇമാം വൈലിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, ഇമാമ് വൈലിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ആമീൻ പറയുമ്പോൾ പള്ളിക്കൊരു മുഴക്കമുണ്ടാകുമായിരുന്നു എന്ന് ഇക്രിമ മൗലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതെ, അപ്പോൾ ശബ്ദം ഉയർത്തുന്ന മനസ്സിലാണത്. അത് പറ്റില്ല, ആമീൻ്റെ ഒരു രീതി ഉണ്ടാവുമല്ലോ, അതെത്ര രൂപത്തിൽ ശബ്ദം ഉയർത്താം എന്നതിനെ പറ്റി മനസ്സിലാണത്. ഐന് ഇക്രിമ, അതും ഇക്രിമയാണ്, അല്ല അതും ഐനാണ്, രണ്ടും ഐനാണ്. ഹംസയല്ല, ഐനാണ്. കമാ യുസ്തഹബ്ബു ലിൽ മഅ്മൂം, മഅ്മൂമിന് സുന്നത്തായതുപോലെ തന്നെ അയ്യജ്ഹറ ബിഹാദത്ത് ഇമീൻ, ഈ ആമീൻ ഉറക്കിയാക്കണം. ഇൻദ തർക്കിൽ ഇമാമി ലഹു, ഇമാമ് ഉറക്കെ ആക്കിയിട്ടില്ലെങ്കിലും ഫാത്തിഹ ഓതി ഉറക്കെ, പക്ഷെ ഇമാമ് ആമീൻ പറഞ്ഞ് കേൾക്കണില്ല, എന്നിപ്പോൾ നമ്മൾ ഉറക്കാക്കണ്ട എന്നില്ല. ഇമാം ഉറക്കെ ഓതിയില്ലെങ്കിലും നമുക്ക് ഉറക്കെ ഫാത്തിഹ ഉറക്കെ ആമീൻ പറയാം. ഇദാലം യതറത്തബ മഫ്സദ, അതുകൊണ്ട് വേറെ ഫസാദൊന്നും ഇല്ലെങ്കിൽ എന്നാണ്. ഇപ്പം അതുകൊണ്ട് വേറെ ഫസാദ് ഉണ്ടെങ്കിൽ വേണ്ട, ആമീൻ ഉറക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് നാട്ടിൽ ഒരു ഭിന്നിപ്പുണ്ടാകുകയാണ്, ഒരു ഫിത്ന ഉണ്ടാകുകയാണ്, എന്നാ വേണ്ട, ഫിത്ന ജാതാക്കിയാൽ മതി. അതെ, അപ്പം ചിലപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും, അതാണ് അവിടെ ഫസാദ് ഉണ്ടാവും. ഹനഫി പള്ളിയിലാണ്, ആരും പറയില്ല, നമ്മൾ മാത്രം പറയുമ്പോൾ ചിലപ്പോൾ അതൊരു വിശ്വാസമാകും, ആകെ പ്രശ്നമാവും. അപ്പം അങ്ങനെ ഒരു മഫ്സദത്ത് ഉണ്ടാകുമെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ ഇമാം ഉറക്കാമീൻ പറഞ്ഞില്ലെങ്കിലും മഅ്മൂം ഉറക്കാമീൻ പറയുകയാണ് വേണ്ടത്. തെളിവ് നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ, ഹദീസ് അബീ ഹുറൈറ വ ഹദീസ് അബീ മൂസ അസ്സാബിഖീൻ, നേരത്തെ പറഞ്ഞ 2 ഹദീസുകൾ തെളിവതാണ്. മുമ്പ് പറഞ്ഞ, അപ്പം ഞാൻ ഹദീസ് ആവർത്തിക്കാതൊക്കെയാണ്, നേരത്തെ ഹദീസ് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി വീണ്ടും ഹദീസ് പറയാതിരിക്കാൻ വേണ്ടിയാണ് അസ്സാബിഖൈനി, മുമ്പ് പറഞ്ഞ ആ 2 ഹദീസുകൾ. 1728 യുസ്തഹബ്ബു, സുന്നത്താണ്, ലിമൻ ലം യസ്മഅ ഖിറാഅത്തൽ ഇമാം, ഇമാമിന്റെ ഖിറാഅത്ത് കേട്ടിട്ടില്ലാത്ത ഒരാൾ, ഇമാം ഉറക്കെ ഓതുന്നുണ്ട് ഫാത്തിഹ, പക്ഷെ പിറകെ ഒരാൾ ആ ഇമാമിന്റെ ഓത്ത് കേട്ടിട്ടില്ല. ഇൻദ ഇൻതിഹാഇൽ ഇമാമിൻ ഫാത്തിഹത്തി വസമാഇഹി തഅ്മീനിൽ മഅ്മൂമീന, പക്ഷെ ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോൾ ആമീൻ പറഞ്ഞു, അപ്പോൾ എല്ലാവരും ആമീൻ പറഞ്ഞു, അതും കേട്ടു, ഫാത്തിഹ കേട്ടിട്ടില്ല. എന്നാൽ ആ ആമീനിൽ കൂടൽ അവന് സുന്നത്താണ്. ഇമാമിന്റെ ഫാത്തിഹ കേട്ടിട്ടില്ലെങ്കിലും ആമീൻ കേട്ടാൽ ആ ആമീനൊപ്പം ഇയാളും ആമീൻ പറയുന്ന സുന്നത്താണ്. തെളിവ് നേരത്തെ പറഞ്ഞ ആ ഹദീസ് തന്നെയാണ്. അലിഫിന് മീമിന്
മീമിന് സദ്ദില്ല. മീമിന് സദ്ദ് വന്ന അർത്ഥം മാറും. ആമീൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെക്കുന്നവർ എന്ന അർത്ഥം. അത് ഖുർആനിലുള്ളതാണ്. ആമീൻ ഖുർആനിൽ ആയത്തിലുണ്ട്. വലാ ആമീൻ അൽ ബൈത്തൽ ഹറാം, മസ്ജിദുൽ ഹറാമെ ലക്ഷ്യം വെച്ച് വിടുന്നവർ എന്ന അർത്ഥത്തിൽ ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതന്നെ മീമിന് സദ്ദ് ഉള്ളതേ ഉള്ളൂ, അലിഫനാണ്. അപ്പം മീമിന് സദ്ദ് കൂട്ടിയ അർത്ഥം മാറി, ലക്ഷ്യം വെച്ച് പോകുന്നവർ എന്ന അർത്ഥം വരാം. സദ്ദ് ഇല്ലാതായാലോ ആമീൻ ഇസ്തജീബ്, അള്ളാഹുവിനെ ഉത്തരമേഖണേ എന്ന് ആയി മാറുകയും ചെയ്യും. അത് സാധാരണ വെച്ചാൽ ഈ ആവശ്യത്തിലേറെ ആ ഹംസ നീട്ടിയാൽ മീമിന് സദ്ദ് വരും. ആമീൻ എന്ന് പറയുമ്പോൾ അധികം നീട്ടിയാൽ പിന്നെ അറിയാതെ അവിടെ മീമിന് സദ്ദ് വരും. അത്ര നീട്ടാഞ്ഞാൽ മതി. ആമീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതാണ് ശരിക്കും പറയേണ്ടത്. ലാ യുസ്തഉ ജിമാഇ അലാ ശൈഇൻ മിൻ ഖിറാഅത്തിൽ ഇമാമി ഫി സ്വലാത്തി ഫി ഗൈരിൽ ഫാത്തിഹതി. ഇനി ഫാത്തിഹ അല്ലാത്ത ഒന്നിലും നിസ്കാരത്തിൽ ജമാഅത്തായിക്കൊണ്ട് ആമീൻ പറയൽ എവിടെയും ശറഅാക്കപ്പെട്ടിട്ടില്ല. അതിപ്പോൾ ഫാത്തിഹ അല്ലാത്തൊരു ഒരു പ്രാർത്ഥന വന്നൊരു ആയത്തോതി ഇമാമ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ഒരു ആയത്താണ്. ഇമാം ഓതുമ്പോൾ ബാക്കി നേരം കൂടി ആമീൻ എന്നാണ് ചോദിച്ചാൽ അത് വേണ്ട. അങ്ങനെ ഒന്നിച്ച് ജമാഅത്തായി ആമീൻ പറയുക എന്നത് ഫാത്തിഹയിൽ മാത്രമേ ഉള്ളൂ. ലിഅദമി മുറൂദിഹി ഫി ഗൈരി ഹാദിൽ മൗദിഇ, ഇതല്ലാത്ത സ്ഥലത്ത് അങ്ങനെ വന്നിട്ടില്ല. നബി ആ സൂറത്തൊക്കെ ഓതിയിട്ടുണ്ടല്ലോ, അത്തരം ആയത്തൊക്കെ നബി ഓതിയിട്ടുണ്ട്. അവിടെ ഒന്നും സഹാബിയോട് അങ്ങനെ ഒന്നിച്ച് ആമീൻ പറയാൻ നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതോടെ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും അവസാനിച്ചു. ഇനി അൽ ഫസ്ലു സാലിസു അശർ, 13ാമത്തെ ഉപാധ്യായം, അൽ ഖിറാഅത്തു ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഖുർആൻ പാരായണം. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ സൂറത്ത് ഓതുമല്ലോ, അത് 1730. യുസ്തഹബ്ബു, സുന്നത്താണ്, ലികുല്ലി മിനൽ ഇമാമി വൽ മുൻഫരിദി, ഇമാമിനും ഒറ്റ നിസ്കരിക്കുന്ന ഒരാൾക്കും സുന്നത്താണ്. വകദാലിക്കൽ മഅ്മൂം, മഅ്മൂമിനും സുന്നത്താണ്. ഫി സ്വലാത്ത് ഫി സിർരിയ്യ, സ്വകാര്യമായി ഓതുന്ന റക്അത്തുകളിൽ, ഇമാം പതുക്കെ ഓതുന്ന റക്അത്തിൽ മഅ്മൂമിനും സുന്നത്താണ്. ഖിറാഅത്ത് ബഅദ ഖിറാഅത്തിൽ ഫാത്തിഹ, ഫാത്തിഹ ഓതിയ ശേഷം ഫി സ്വലാത്തിൽ ഫജ്രി വറക്അത്തൈനിൽ ഊലയൈനി, ആദ്യത്തെ 2 റക്അത്തിലും മിൻ ബഖിയത്തി സ്വലവാത്തിൽ ഖംസ്, ബാക്കി 4 നിസ്കാരത്തിൽ, സുബഹി 2 റക്അത്തിലും മഗ്രിബ് ഇശാ ളുഹർ അസ്ർ ഇതിലെ ബാക്കിയുള്ള 2 റക്അത്തിലും ഒക്കെ സുന്നത്താണ്. ഖിറാഅത്ത് സൂറത്തിൻ, ഇവിടെ സൂറത്ത് ഓതൽ, ഔ അക്സറ, അല്ലെങ്കിൽ ഒന്നിലേറെ സൂറത്ത് ഓതാം. ഇവിടെ സൂറത്ത് ഓതി സമയം ബാക്കിയുണ്ട്, രണ്ടാമത്തെ സൂറത്ത് ഓതാം, വെറുതെക്കേണ്ട കാര്യമില്ല. ഔ ആയത്തിൻ, അല്ലെങ്കിൽ ആയത്ത് ഓതാം. ഔ ആയാത്തിൻ, അല്ലെങ്കിൽ ആയത്തുകൾ ഓതാം. മിൻ സൂറത്തിൻ, ഒരു സൂറത്തിൽ നിന്ന് ഒരായത്തോ 2 ആയത്തോ 3 ആയത്തോ എത്ര ആയത്തും അയാൾക്ക് പാരായണം ചെയ്യാം. ലിസുബൂത്തി ദാലിക അൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹാദീസ മുതഅദ്ദിദ, വ്യത്യസ്തമായ ഹദീസുകളിൽ നബി തങ്ങളിൽ നിന്ന് അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒക്കെ വരും, അത് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. 1731 യുസ്തഹബ്ബു, സുന്നത്താണ്, അല്ലാ യസീദ ഫി അഗ്ലബി സ്വലവാത്തി, പൊതുവേ നിസ്കാരങ്ങളിൽ വർദ്ധിപ്പിക്കാതിരിക്കൽ അലാ സൂറത്തിൻ വാഹിദ, ഒരു സൂറത്തിനേക്കാൾ ഏറെ. സാധാരണ നിസ്കാരത്തിൽ ഇങ്ങനെ 2, 3, 4 സൂറത്ത് ഓതുക, എല്ലാ നിസ്കാരത്തിലും അങ്ങനെ പതിവാക്കി മാറ്റുക എന്നത് അല്ല. കാരണം വഹാദാ ലാ യുറഫു ഫീ ഖിലാഫ് ബൈന അഹ്ലിൽ ഇൽമി, അങ്ങനെ പറ്റുല എന്ന കാര്യത്തിൽ പൊതുവെ ഖിലാഫില്ല. കാരണം ലിഅന്ന ഹാദാ ഹുവ ഗാലിബു ഫഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സാധാരണ പ്രവൃത്തി ഒരു സൂറത്ത് ഓതാണ്. ഒരു കാര്യത്തിൽ ഫാത്തിഹ ഓതും, പിന്നെ ഒരു സൂറത്ത് ഓതും, അല്ലെങ്കിൽ സൂറത്തിൻ്റെ കുറച്ച് ഭാഗം ഓതും. ഇതാണ് നബിയുടെ പതിവ്. അല്ലാതെ സാധാരണ നബി എല്ലാ നിസ്കാരത്തിലും പൊതുവെയുള്ള പതിവല്ല 2, 3 സൂറത്തുകൾ ഓതുക. എന്നാൽ ചിലപ്പോൾ നബി ഓതിയിട്ടുണ്ട്, ചില നിസ്കാരത്തിൽ 2 സൂറത്തും 3 സൂറത്തൊക്കെ ഓതിയിട്ടുണ്ട്. സാധാരണ നബിയുടെ പതിവല്ല. സാധാരണ പതിവ് ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതലാകുന്നു. എന്നാൽ യജൂസു, അനുവദനീയമാണ്, അയ്യഖ്റഅ ഫീ ബഅദിൽ അഹ്യാൻ, ചില സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യൽ, ഫി റക്അത്തിൻ, ഒറ്റ റക്അത്തിൽ തന്നെ, അക്സറ മിൻ സൂറത്തിൻ, ഒന്നിലേറെ സൂറത്ത്, ഫിൽ ഫരീദത്തി വന്നാഫില, ഫർളാണെങ്കിലും ശരി സുന്നത്താണെങ്കിലും ശരി, ഒരു നിസ്കാരത്തിൽ തന്നെ 2 സൂറത്തൊക്കെ ഓതൽ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ പറ്റും. അത് സാധാരണ പതിവാക്കാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാതൃക നമുക്ക് നബിയിൽ നിന്ന് ഇല്ല എന്ന് പറയാം. അപ്പോൾ ഇടയ്ക്ക് പറ്റുന്നത് പറയാൻ തെളിവെന്താണ്? ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ ആയിഷത്ത,
ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ അലാ സരിയത്തിൻ, നബി തങ്ങൾ ഒരു മനുഷ്യനെ ഒരു സൈനിക നീക്കത്തിൻ്റെ ഭാഗമായി പോകുന്ന സംഘത്തിൽ നിയോഗിച്ചു. സരിയത്ത് ചെറിയ പടപ്പുറപ്പാടുകൾ എല്ലാം സരിയത്ത്. വസുവത്ത് യുദ്ധങ്ങളാണ്, യുദ്ധമല്ലാത്ത സൈനിക നീക്കങ്ങൾ. യുദ്ധമൊന്നും ഉണ്ടാവില്ല. ഒരു 4 ആൾ 5 ആൾ അല്ലെങ്കിൽ 10 ആൾ ഒക്കെ ഒരു കുറ്റു സംഘം അല്ലെങ്കിൽ ഒരു ഗോത്രത്തേക്ക് ചെല്ലും. യുദ്ധം ചെയ്യേണ്ടി വരുന്നില്ല. അവിടെ പോയി കാണി ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തും, ഒരു നേരെ ചപ്പ ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെയൊക്കെ ചെറിയ സൈനിക നീക്കങ്ങൾ, അതാണ് സരിയത്ത് എന്ന് പറയുക. അത്തരം ഒരു സംഘത്തിൽ നബി ഒരാൾ നിയോഗിച്ചു. വക്കാന യഖ്റഉ ലിഅസ്ഹാബിഹി ഫീ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരത്തിൽ ഈ ആളായിരുന്നു ഇമാമായിക്കൊണ്ട് നിന്ന് പാരായണം ചെയ്യാറുള്ളത്. നബി നിയോഗിച്ച ഈ ആളാണ് അവരുടെ നിസ്കാരത്തിലും ഇമാമക്ക. ഫയഖ്തിമു ബിഖുൽ ഹുവല്ലാഹു അഹദ്, ഏത് സൂറത്ത് ഓതിയാലും അദ്ദേഹം പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും, ഫാത്തിഹ ഓതും, പിന്നെ ഒരു സൂറത്ത് ഓതും. ആ സൂറത്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. ഫലമ്മാ റജഉ, അതിന് തിരിച്ചു വന്നപ്പോൾ ദക്കറു ദാലിക ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബിയോട് പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഒരു പണി ചെയ്തു, ഒരു സൂറത്ത് ഓതിയിട്ട് പിന്നെ എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു ഓതുകയാണ് എന്ന് നബിയോട് വന്ന് ഇവർ പറഞ്ഞു. ഫഖാൽ, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സലൂഹു ലിഅയ്യി ഷൈഇൻ യസ്നഉ ദാലിക, അയാൾ ചോദിച്ചു നോക്കുക അതിന് ചെയ്യാനുള്ള കാരണം എന്താ ചോദിച്ചു നോക്കുക. ഈ സൂറത്ത് എല്ലാത്തിലും ഓതുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാണ്. ഫസഅലൂഹു, അപ്പോൾ അവർ ചോദിച്ചു അയാളോട്. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൻഹ സിഫത്തുർ റഹ്മാൻ, ഇത് അള്ളാഹിനെ പറ്റി വിവരിക്കുന്ന സൂറത്താണ്. വാന ഉഹിബ്ബു അൻ അഖ്റഅ, എനിക്കത് ഓതാൻ വലിയ ഇഷ്ടമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ വലിയ ഇഷ്ടമാണ്. കാരണം അള്ളാഹിനെ കുറിച്ച് വിവരിക്കുന്ന സൂറത്താണല്ലോ, എനിക്കത് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സൂറത്ത് ഇങ്ങനെ ഓതുന്നത്. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു, നിങ്ങൾ അയാൾ പറയുക അല്ലാഹ് അയാൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുക. അപ്പോൾ ഈ സൂറത്തിനെ ഇഷ്ടപ്പെട്ടതിനാൽ, ഇത് സൂറത്ത് തൗഹീദാണ്, തൗഹീദിനെ സൂറത്ത് ഇഷ്ടപ്പെട്ടതിനാൽ അല്ലാഹ് അയാൾ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ പറയുക എന്നാണ് നബി തങ്ങൾ കൊടുത്ത പ്രതികരണം. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചതാണ്. അങ്ങനെ കിട്ടും, അതുകൊണ്ടാണ് പറ്റുന്നത്. ഇനി മറ്റൊരു ഹദീസ്, വലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ അബി വാഇലിൻ, പറ്റും, അതാണ് പറഞ്ഞ ഇടയ്ക്ക് പറ്റുന്നു, സാധാരണ പതിവാക്കേണ്ടതുള്ളൂ. ഇത് സ്പെഷ്യൽ കേസാണ്, ഇത് ഈ സൂറത്ത് മാത്രമാണ്. ആ സൂറത്തിന് ഇഷ്ടം കൊണ്ട് അദ്ദേഹം അത് ഓതിയതാണ്. ഇത് മറ്റൊരു സംഭവം, വലിമാ റവൽ ബുഖാരി മുസ്ലിമുൻ അൻ അബി വാഇലിൻ ഖാല ജാഅ റജുലുൻ ഇബ്നു മസ്ഊദിൻ, ഇബ്നു മസ്ഊദിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു. ഫഖാൽ, എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ഖറഅത്തുൽ മുഫസ്സല അൽ-ലൈലത ഫി റക്അ, ഞാൻ ഇന്നലെ ഒറ്റ റക്അത്തിൽ തന്നെ സൂറത്തുൽ മുഫസ്സൽ മുഴുവനും ഞാൻ ഓതി. ഫഖാൽ, അപ്പോൾ അത് ഹദ്ദാ കഹദ്ദ അശ്ശഅർ ലഖദ് അറഫ്തു അൻ-നളാഇറ അല്ലതി കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ലിനു ബൈനഹുന്ന, നബി തങ്ങൾ ചേർത്തി ഓതാറുള്ള സൂറത്തുകൾ എനിക്കറിയാം. നളാഇർ പരസ്പരം സാദൃശ്യമുള്ള സൂറത്തുകൾ, നബി ഒറ്റ റക്അത്തിൽ തന്നെ ചിലപ്പോൾ 2 സൂറത്തൊക്കെ ഒന്നിച്ച് ഓതി പോകാറുണ്ട്, അത് എനിക്കറിയാം എന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞു. എന്നിട്ട് ഫദക ഇസ്ദീന സൂറത്തുൻ മിനൽ മുഫസ്സൽ സൂറത്തൈനി ഫീ കുല്ലി റക്അ, ഈ 2 ഓരോ റക്അത്തിൽ 2 സൂറത്തായിക്കൊണ്ട് നബി ഞങ്ങൾ ഓതുമായിരുന്ന 20 സൂറത്തുകൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു കൊടുത്തു. ഈ 20 സൂറത്ത് നബി പലപ്പോഴും 2 സൂറത്ത് റക്അത്തിൽ എന്ന മട്ടിൽ നബി ഞങ്ങൾ ഓതാറുണ്ടായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അത് നമുക്ക് തെളിവാണ്, നബിക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടായി. അപ്പം നബി സാധാരണ ഒരു പതിവല്ല എന്നേ ഉള്ളൂ, എന്നാൽ ചിലപ്പോഴൊക്കെ നബി ഞങ്ങൾ അങ്ങനെ ഓതിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു ഹദീസ് ഹുദൈഫ, മൂന്നാമത് ഹുദൈഫ അനുഹുവിൻ്റെ ഹദീസും അൽ ആത്തി, ശേഷം പറയാൻ പോകുന്ന ഹദീസ്, അതും ഇതിന് തെളിവാകുന്നു. അപ്പോൾ പറഞ്ഞു വന്ന നബി ഞങ്ങളുടെ സാധാരണ പതിവ് ഒരു സൂറത്ത്, ഒരു കാര്യത്തിൽ സൂറത്ത് ഓതുക എന്നതാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ നബി ഞങ്ങൾ ഒരു സൂറത്തിൽ തന്നെ ഒരു കാര്യത്തിൽ തന്നെ 2 സൂറത്തുകളൊക്കെ ഓതാറുണ്ട്. അതാണ് ഇബ്നു മസ്ഊദ് പറഞ്ഞു കൊടുത്തത്. നബി ഞങ്ങൾ മുഫസ്സലിൽ നിന്ന് 20 സൂറത്ത് നബി അങ്ങനെ 2 വീതമൊക്കെ ഓതിപ്പോകുന്നുണ്ട്. സൂറത്ത് കാഫ് മുതൽ നാസ് വരെയുള്ള മുഫസ്സൽ അറിയാം. സൂറത്ത് കാഫ് മുതൽ സൂറത്ത് നാസ് വരെയുള്ള സൂറത്തുകൾക്കാണ് മുഫസ്സൽ എന്ന് പറയുന്നത്. സ്വഹാബികളുടെ പൊതുവേ അങ്ങനെയാണ് ഈ സൂറത്തുകളെ വിഭജിച്ചത്. ബഖറ, ആലി ഇംറാൻ, നിസാഇ 3 1, പിന്നെ 5 1,
പിന്നെ 7 1, പിന്നെ 9 1, പിന്നെ 11 1, പിന്നെ 13 1, പിന്നെ അപ്പോൾ 42 സൂറത്തായി. പിന്നെ കാഫ് മുതൽ നാസ് വരെയുള്ള ഒന്നിച്ച് മുഫസ്സൽ എന്ന ഗണത്തിൽ. അതിൽ തന്നെ തിവാദിൽ മുഫസ്സൽ, അതേപോലെ ഔസാത്തുൽ മുഫസ്സൽ, ഖിസാറുൽ മുഫസ്സൽ എന്ന് പ്രത്യേകിച്ച് കാണാൻ പറ്റും. മുഫസ്സൽ എന്ന് പറഞ്ഞാൽ ഫസ്ല് ഇടവേള ഉള്ളതെന്നാണ്. അത് ധാരാളമായി ഇടയ്ക്കിടയ്ക്ക് നിർത്തി പോകുന്നതുകൊണ്ടാണ്. ഇപ്പം ബക്കറ പോലല്ലോ, അതുകൊണ്ടാണ് മുഫസ്സൽ എന്ന് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഒരു സുഹൃത്ത് അവസാനിച്ച് ബിസ്മി ഓതി അടുത്തേക്ക് പോകുന്നു, അതുകൊണ്ടാണ്. ഇനി മുഫസ്സലിൽ തന്നെ തിവാല്, ഔസാത്ത്, ഖിസാറ്, അമ്മ വരെ, കാഫ് മുതൽ അമ്മ വരെയുള്ളതിന് തിവാൽ എന്ന് പറയും. അമ്മ മുതൽ ദുഹ വരെയുള്ളതിന് ഔസാത്ത്, ദുഹ മുതൽ പിന്നീട് നാസ് വരെയുള്ളതിന് ഖിസാർ, ഖിസാർ മുഫസ്സൽ. മുഫസ്സലിലെ തന്നെ ചെറിയ സൂറത്തുകൾ, മുഫസ്സലിലെ തന്നെ മധ്യമമായ സൂറത്തുകൾ, മുഫസ്സലിലെ വലിയ സൂറത്തുകൾ എന്ന അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞത്. മുഫസ്സലിൽ നിന്നുള്ള 20 സൂറത്ത് ഇബ്നു മസ്ഊദ് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ നബി തങ്ങൾ ഒരു റക്അത്തിൽ 2 സൂറത്ത് വീതം ഓതുമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി 1733 യുസ്തഹബ്ബു, ഏത് അടുത്ത മസല അതാണ്. യുസ്തഹബ്ബു ഒക്കെ എല്ലാം വരും, എല്ലാ മസലയും വരും. ഇവിടെ ചെറിയ ക്ഷമമാണെന്നേ ഉള്ളൂ. യുസ്തഹബ്ബു സുന്നത്താണ്. അയ്യക്കുനൽ ഗാലിബു ഫിൽ ഖിറാഅ, സാധാരണ ഖിറാഅത്ത് ആയിരിക്കൽ, ഫി സ്വലാ നിസ്കാരത്തിൽ, തർത്തീബു സുവരി ഫിൽ ഖിറാഅത്തി ഫി റക്അത്തിൻ ഔ റക്അത്തൈനി ബിഹസ്ബി തർത്തീബിൽ മുസ്ഹഫി. മുസ്ഹഫിലെ തർത്തീബ് എങ്ങനെയാണോ അതേ തർത്തീബിൽ തന്നെ ആയിരിക്കലാണ് സാധാരണഗതിയിൽ സുന്നത്തുള്ളത്. അവിടുന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഓതല്ല. ഒരു സൂത്രത്തിന് 2 ആയത്ത്, പിന്നെ വേറെ ഏതെങ്കിലും സൂത്രത്തിന് 2 ആയത്ത് പറ്റൂല എന്നല്ല. പക്ഷേ ഏറ്റവും നല്ലത് എന്താണ്? ഖുർആനിൽ മുസാഫിന് വന്ന ഓർഡർ ഏതാണോ ആ ഓർഡർ. ഇപ്പോൾ ബക്കറ ഓതൽ, പിന്നെ ആലി ഇമ്രാൻ, അലി ഫലഖ് ഓതൽ, പിന്നെ നാസ്, ആ തർത്തീബ് തന്നെ പാലിക്കുക. ലിഅന്ന ഹാദാ ഹുവ ഗാലിബു ഫഇലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സാധാരണ പ്രവൃത്തി അങ്ങനെയാണ്. അതെ, ഏത് സൂറത്ത് ഓതിയോ അടുത്ത സൂറത്ത് ഓതുക, അതാണ് ഏറ്റവും നല്ലത്. നബിയുടെ സാധാരണ പതിവ് അങ്ങനെയാകും. ഇന്ന് കാണുന്ന ഈ ഒത്തൊന്നും പലപ്പോഴും ശരിയല്ല. ഏതെങ്കിലും സൂറത്തിന് 2 ആയത്ത് ഓതി, പിന്നെ അടുത്തത് വേറെ ഒരു ബന്ധുത സൂറത്തിന് 2 ആയത്ത് ഓതി, അത് ഇബ്നു ഖയ്യിമൊക്കെ ശക്തമായി വിമർശിച്ച് കാണും. നബിയുടെ പതിവിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഖയ്യിമൊക്കെ സാദുൽ മആദിൽ വിശദമായി അതിനെ വിമർശിച്ചതൊക്കെ കാണുന്നുണ്ട്. ഭാഗം ഓതിയിട്ടുണ്ട്, പക്ഷെ അടുത്ത റക്അത്തിൽ അതിന് ബാക്കി ഓതലുണ്ട്. ചിലപ്പോൾ പകുതി ഓതും, അടുത്ത റക്അത്തിൽ ബാക്കി പകുതി ഓതും, അങ്ങനെ പൂർത്തിയാക്കി പോകും. അതാണ് പതിവ്. ഇത് യാതൊരു ബന്ധമില്ലാതെ എവിടെന്നെങ്കിലും 4 ആയത്ത് ഓതുക, അടുത്തിട്ട് വേറെ എവിടെയെങ്കിലും 4 ആയത്ത് ഓതുക പാടില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അതൊന്നും ഒരു ഖുർആനുള്ള അദബിനോട് പോലും യോജിക്കാത്ത രീതിയാണ് എന്നാണ്. നമുക്ക് പിന്നെ നിസ്കാരത്തിൻ്റെയും ഖിറാഅത്തിൻ്റെയും ഒരു മസല അറിയാത്ത ഒരാളെ ഇമാമക്കല്ലേ, യാതൊരു മസലില്ല. നമ്മളാകെ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഓത്തിൻ്റെ അയച്ചുകൊണ്ടോ പറയും. നമ്മുടെ ഇമാമിൻ്റെ സൈറ്റിൽ എങ്ങനെയാണോ ഇതിൽ 2 ആയത്ത് ഓതിയുടെ അയച്ചുകൊണ്ടോ വാട്സപ്പിൽ, അതിങ്ങനെ കേട്ടു. ഓക്കെ, സെക്രട്ടറി പ്രസിഡന്റ് കേട്ടു, ഒരു തരക്കിടില്ല, ട്രഷറായി, സുഖമില്ല, എന്നാ വേണ്ട. ഇതാണ് ഇപ്പം നമ്മുടെ മസല. അല്ലാതെ ഒരു 10 ചോദ്യം കൊടുത്തുകൊണ്ട് അതിന് ഉത്തരം പറയേണ്ടത് നോക്കിയിട്ട് ഇമാമിനെ വെക്കുക എന്നുള്ളതില്ല. അത് ഖിയാമത്തിന് അടയാളമാണെന്ന് മുൻകാലം പറഞ്ഞിട്ടുണ്ട്. ഇമാമത്ത് ശബ്ദം നോക്കിയിട്ട് ആളെ തന്നെ കാലം വരുന്നതാണ്. അവിടെയാണ് ഇപ്പം ഉള്ളത്. സജേന്ദ്രും അതെ, അവിടെ അല്ല, അത് പ്രത്യേകം സുന്നത്തിൽ വന്നതാണ്. പ്രത്യേകം സുന്നത്തിൽ വന്നാലും ഓക്കെ, ഇന്ന സുഹൃത്ത് ഓതാന്ന് പ്രത്യേകം നബി മദനി വന്നാൽ നമുക്കതാവാം. അത് പിന്നെ ഈ പറഞ്ഞതിന് ബാക്കി തന്നെ ഫുൾ പോതി പോകലും ഒക്കെ ഉണ്ട്. അല്ല, ഹറമത്ത് നീക്കി വെക്കാൻ പറ്റില്ല. കാരണം ഹറമിൽ ധാരാളം മനുഷ്യന്മാർ കൂടുന്നു, രോഗികളുണ്ട്, യാത്രക്കാരുണ്ട്, പല ടൈപ്പ് ആളുകളുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ആളുകളെ പരിഗണിച്ചുകൊണ്ട് ചെറിയ 2-3 ആയത്തുകളൊക്കെ ഓതുള്ളൂ. പക്ഷേ ഈ രീതി അവിടെയും മാതൃകൾക്ക് നമുക്ക് ഒപ്പില്ല. കാരണം അവിടെ നിന്ന് ഓതുന്നുള്ളത് അവിടെയുണ്ട്, അതിനെ പറ്റി നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. ഇനി വൈനക്കസസ്സുവർ അഹ്യാനൻ, എപ്പോഴൊക്കെ സൂറത്തിന് തർത്തീബ് തിരിച്ചാൽ ഫലാ ഹറജ, തെറ്റുള്ള കാര്യമല്ല. ഓർഡർ മാറ്റി താഴത്തുള്ള ആദ്യം ഓതി, പിന്നെ മേലുള്ള ഓതി, അത്ര കഴുത്തരി, എന്നാൽ ഫലാ ഹറജ, തെറ്റല്ല. അപ്പോൾ പാടില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ നബിയുടെ സാധാരണ പതിവ് അതല്ല. ലിമാറബൽ മുസ്ലിമുൻ, അങ്ങനെ ആയ തെറ്റില്ല എന്ന് പറയാൻ തെളിവെന്ത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. അൻ ഹുദൈഫത്ത ഖാല സ്വല്ലൈതു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത ലൈലത്തിൻ, ഒരു രാത്രി
ഞാൻ നബിയുടെ കൂടെ നിസ്കരിച്ചു. രാത്രി നിസ്കാരം തഹജ്ജുദ് നിസ്കാരമാണ്. നബി നിസ്കരിച്ചപ്പോൾ ഞാനും പോയിട്ട് നബിനൊപ്പം കൂടി. ഫഫ്തഹൽ ബഖറത, നബി ഞങ്ങൾ ബഖറ ആരംഭിച്ചു. ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോൾ നബി ബഖറ തുടങ്ങി. ഫഖുൽതു, അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അതായത് മനസ്സിൽ പറഞ്ഞു കൊടുത്തു, യർകഉ ഇൻദൽ മിഅ, 100 ആയത്ത് ഓതി നബി റുക്കൂഇലേക്ക് പോകും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു, പറഞ്ഞു. അത് നബിൻ്റെ കൂടെ മഗ്മുമായി കൂടി നബി ഫാത്തിഹ കഴിഞ്ഞ് ബഖറ ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 100 ആയത്ത് നബി ഓതുമായിരിക്കും, പിന്നെ റുക്കൂഇലേക്ക് പോകും. പക്ഷെ സുമ്മ മള, 100 കഴിഞ്ഞ് നബി മുന്നോട്ട് പോയി. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു യുസല്ലി ബിഹാ ഫി റക്അ, എന്നാ പിന്നെ ഇനി ഏതായാലും ബഖറ ഫുൾ ഓതും, ഈ റക്അത്തിൽ ബഖറ പൂർത്തിയാക്കും എന്ന് ഞാൻ പറഞ്ഞു. ഫമള, അങ്ങനെ നബി മുന്നോട്ട് പോയി. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു യർകഉ ബിഹാ, ഏതായാലും ഈ ബഖറ ഫുൾ ഓതിയിട്ട് നബി റുക്കൂഇലേക്ക് പോകും എന്ന് ഞാൻ പറഞ്ഞു. സുമ്മ ഇഫ്തതഹ നിസാ, പിന്നെ നബി നിസാ ആരംഭിച്ചു. ബഖറ കഴിഞ്ഞിട്ട് നിസാ ആരംഭിച്ചു. ഫഖറഅഹ, അല്ല നിസാ, നമ്മൾ തെളിവ് എന്തിനാ പറയണത്? ഓർഡർ തെറ്റിക്കാന്നാണല്ലോ. നിസാ ആരംഭിച്ചു. ഫഖറഅഹ, അത് ഫുൾ ഓതി. സുമ്മ ഇഫ്തതഹ ആലി ഇംറാൻ, നിസാ കഴിഞ്ഞപ്പോൾ നബി ആലി ഇംറാൻ ആരംഭിച്ചു. ഫഖറഅഹ, അതും ഓതി. യഖറഉ മുതറസ്സിലൻ, നബി സാവകാശമാണ് ഓതുന്നത്. ഇദാ മർറ ബി ആയത്തിൻ ഫിഹാ തസ്ബീഹുൻ സബ്ബഹ, ഏതെങ്കിലും ഒരു ആയത്തിൽ തസ്ബീഹ് ഉണ്ടെങ്കിൽ നബി അവിടെ സുബ്ഹാനല്ലാഹ് പറയും. അത് അള്ളാഹിനെ പറ്റി തസ്ബീഹ് ചെയ്യാൻ പറയുന്ന ആയത്തുണ്ടെങ്കിൽ നബി തസ്ബീഹ് ചെയ്തിട്ടേ പോവുള്ളൂ. വഇദാ മർറ ബി സുആലിൻ സഅല, വല്ലതും ചോദിക്കുന്ന ആയത്താണെങ്കിൽ നബി ചോദിക്കും. അള്ളാഹ് മഗ്ഫിറത്ത് പറഞ്ഞ ആയത്ത്, സ്വർഗം പറഞ്ഞ ആയത്തൊക്കെ പറയുമ്പോൾ അതിന് അള്ളാഹു തന്നെ റബ്ബിനോട് നബി തങ്ങൾ അത് ചോദിക്കും, പ്രാർത്ഥിക്കും. വഇദാ മർറ ബി തഅവ്വുദിൻ തഅവ്വദ, അഭയം തേടേണ്ട കാര്യമാണ് ആയത്തിലെങ്കിൽ നബി അഭയം, ഇപ്പം നരകത്തെ പറ്റി പറഞ്ഞ ആയത്താണെങ്കിൽ റബ്ബെ നരകത്തിൽ കാക്കണേ എന്ന് ദുആ ചെയ്യും. അങ്ങനെയാണ് നബി സാവകാശം ഓതുന്നു. ഇങ്ങനെ ഓരോ ആയത്തും അർത്ഥം ആലോചിച്ച് അതിലുമല്ല അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ അതിന് തസ്ബീഹ് ചെയ്ത്, കാബിൽ തേടേണ്ടതാണെങ്കിൽ കാബിലിനെ തേടി, റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചുകൊണ്ട് നബി ഓതി. സുമ്മ റകഅ, പിന്നീട് നബി തങ്ങൾ റുക്കൂഅ് ചെയ്തു എന്നാണ്. അപ്പോൾ അവിടെ ബഖറ, നിസാ, ആലി ഇംറാൻ, അപ്പോൾ ഓർഡർ തെറ്റിച്ചു. അപ്പോൾ അത് പറ്റുമെന്ന് മനസ്സിലായി, അത് പാടില്ലാത്ത കാര്യമല്ല എന്ന് മനസ്സിലായി. എന്നാൽ നബിയുടെ സാധാരണ പതിവ് അതല്ല. എന്നാൽ യഹ്റുമു, ഹറാമാണ്, ഫിർ റക്അത്തിൽ വാഹിദ, ഒരു റക്അത്തിൽ തന്നെ തൻകീസുൽ ആയാത്തി മിൻ സൂറത്തിൻ വാഹിദ, ഒരു സൂറത്തിന്റെ ആയത്ത് നേരെ ഉൾട്ടാക്കി ഓതുക, അത് പറ്റൂല. ഒരു സൂറത്ത് എടുത്തിട്ട് 2ാമത്തെ ആയത്ത് ആദ്യം ഓതി പിന്നെ 1ാമത്തെ ആയത്ത് ഓതി, അത് പറ്റൂല. ഒരു സൂറത്ത് എടുത്താൽ അതിലെ ഓർഡർ ഏതായാലും പാലിച്ചേ പറ്റുള്ളൂ. ആ ഓർഡർ മാറ്റുക, ഡിസോർഡർ ആക്കുക എന്നുള്ളത് പറ്റുകയില്ല. വഹാദാ മുജ്മഉൻ അലൈഹി, അത് ഇജ്മാ ഉള്ള കാര്യമാണ്. ലിഅന്ന ഫീ ദാലിക മുഖാലഫത്തുൻ ലിതർതീബിൽ ഖുർആൻ അല്ലദീ അമറ ബിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പഠിപ്പിച്ച തർത്തീബിന്റെ ഖുർആൻ, ആ തർത്തീബിന് എതിരാണ് അങ്ങനെ ചെയ്യുക എന്നത്. അല്ല, നമുക്കും പറ്റും രാത്രി നിസ്കാരത്തിൽ, ഫർദിലും പറ്റും, ഫർദിലും പറ്റുന്നില്ല. ഇമാമാണെങ്കിൽ മാമൂമികളെ പരിഗണിക്കണം എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതും പറ്റും. അതൊക്കെ ഇതിൽപ്പെട്ടാണ്. അതാണ് ഒരു സുആലുണ്ടെങ്കിൽ നബി ചോദിക്കുമായിരുന്നു, ഒരു തഅവ്വുദുണ്ടെങ്കിൽ രക്ഷ തേടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് എടുക്കപ്പെട്ടു. അങ്ങനെ വരുന്ന പല ആയത്തുണ്ടാവും. സൂറത്തുർ റഹ്മാൻ നബി പറഞ്ഞില്ലേ, സൂറത്തുർ റഹ്മാൻ ഓതുമ്പോൾ സ്വഹാബികൾ നിന്നപ്പോൾ എന്താണ് നിങ്ങൾ ഉണ്ടാതൊക്കെയാണ്, ജിന്നാള് നിങ്ങളൊക്കെ ഉഷാറായിട്ട് പ്രതികരിച്ചു, ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബൂൻ എന്ന് ചോദിക്കുമ്പോൾ ജിന്നുകൾ പറഞ്ഞു, അബ്ബേ ഞങ്ങളൊന്നും കളവാക്കുന്നില്ല എന്നവർ പറഞ്ഞു എന്ന് നബി സ്വഹാബയ്ക്ക് പറഞ്ഞു കൊടുത്തല്ലോ. അത് പിന്നെ ചുളിവിൽ കഴിച്ചതാക്കാണ്. 1736 അൽ ഔല, ഏറ്റവും നല്ലത്, അയ്യത്രുക്കൽ ഇമാമു തർത്തീബൽ ഖുർആനി അലൽ ഫറായിദി, ഫർളുകളിൽ ഖുർആൻ അങ്ങനെ ഒരു തർത്തീബ് ഇങ്ങനെ പോവാന്നുള്ളത് ഒഴിവാക്കലാണ് നല്ലത്. ഇപ്പോൾ സുബൈക്കൊരു സൂറത്ത് ഓതി, ദുഹർക്ക് അടുത്ത സൂറത്ത് ഓതി, അസർക്ക് അടുത്തത് ഓതി, അങ്ങനെ എന്നും അങ്ങനെ ഓർഡറിൽ പോയിക്കാണ്ട് ഒരു 6 മാസം കൊണ്ട് ഖുർആൻ ഫുൾ ഓതി തീർത്തു എന്ന് ഫർള് നിസ്കാരത്തിൽ അങ്ങനെ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് പോവുക എന്നത് ഒഴിവാക്കലാണ് നല്ലത്. കാരണം ലിഅദമി ബുറൂദിഹി ഫി സുന്ന, അങ്ങനെ സുന്നത്തിലൊന്നും വന്നിട്ടില്ല. വൈൻ ഫഅല ദാലിക, അത്രേ ഉള്ളൂ. വൈൻ ഫഅല ദാലിക, അങ്ങനെ ചെയ്താലോ അതെങ്ങനെ? ബി അൻ ഖറഅ ഫീ സ്വലാത്തിൻ സൂറത്തുൽ ബഖറ, ഒരു നിസ്കാരത്തിൽ സൂറത്തുൽ ബഖറ ഓതി, ഔ ബഅദഹ ഒരു ഭാഗം ഓതി, ثم قرأ في التي تليها
മായലി മാ ഖറഅ, അടുത്ത നിസ്കാരത്തിൽ ഇതിൻ്റെ ബാക്കി ഓതി. ബിഹസബി തർത്തീബിൽ മുസ്ഹഫി, അങ്ങനെ മുസ്ഹഫിൻ്റെ ഓർഡറിൽ അങ്ങനെ പോയി. വഹാകദാ ഹത്താ യഖ്തിമുൽ ഖുർആൻ, അങ്ങനെ ഖുർആൻ ഫുള്ള് ഖതം തീർത്തു. കമാ യഫ്അലു കസീറുൻ മിനൻ നാസ് ഫീ ഹാദൽ അസ്ർ, ഈ കാലത്ത് പല ആളുകളും ചെയ്യുന്നുണ്ട്. ഫലാ യുൻകർ, അത് എതിർക്കേണ്ട കാര്യമില്ല, ചെയ്യാൻ പാടില്ല, പറ്റൂല, ബിദഅത്താണെന്നും പറയേണ്ടതില്ല. ലിവുറൂദി ദാലിക മിൻ ബഅദി സലഫ്, ചില മുൻഗാമികളിൽ നിന്ന് അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ വന്നിട്ടുണ്ട്. നബിയിൽ നിന്ന് അങ്ങനെ സുന്നത്തൊന്നും വന്നിട്ടില്ല. അതാണ് ആദ്യമേ വുറൂദിഹി ഫി സുന്നത്ത്, നബി ചര്യയിൽ അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ മുൻഗാമികൾ ചിലരൊക്കെ അങ്ങനെ ചെയ്തതായിട്ട് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ചെയ്താൽ എതിർക്കേണ്ട കാര്യമില്ല, പക്ഷെ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് ഇദ്ദേഹം പറയുന്നു. അവിടെ നമ്പർ 1 കാണാം. വേണ്ട, ഖുർആൻ ഫുള്ള് ഫർദുകൾ തർത്തീബായി ഓതാ എന്നുള്ളത് കറാഹത്തില്ല, ഇത് കശാഫുൽ ഖനാഇൽ പറയുന്നു. എന്നാൽ ഖാല ഹർബുൻ ഖുൽതു ലി അഹ്മദ, ഇമാം അഹ്മദിനോട് ഞാൻ ചോദിച്ചു, അർറജുലു യഖ്റഉ അലൽ ഇലീഫ് ഫി സ്വലാ അൽയൗം സൂറ വഗദലതി തലീഹ, ഇന്ന് ഒരു സൂറത്ത് ഓതി, നാളെ അടുത്ത സൂറത്ത് ഓതി, അങ്ങനെ പോയാൽ എന്താ അതിന് ഹുക്മ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഖാല, ഇമാം അഹ്മദ് പറഞ്ഞു, ലൈസ ഫീ ഹാദാ ഷൈഉൻ, ഇതിലൊന്നുമില്ല, ഇല്ല അന്നഹു റുവിയ അൻ ഉസ്മാൻ അഫ്ഫാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്നഹു ഫഅല ദാലിക ഫിൽ മുഫസ്സലി വഹദ, മുഫസ്സലിൽ ഉസ്മാൻ അഫ്ഫാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് വന്നിട്ടുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിൽ തെളിവൊന്നും വന്നിട്ടില്ല എന്ന് ഇമാം അഹ്മദ് പറഞ്ഞു. വഖാല ശൈഖുന അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ജിബ്രീൻ യസ്തഹിബ്ബു ഫഇല ഹാദൽ അമൽ, ഇങ്ങനെ ചെയ്യൽ നല്ല കാര്യമാണ് എന്ന് എൻ്റെ ഉസ്താദ് കൂടിയായ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ജിബ്രീൻ റഹിമഹുല്ലാഹ്, ഒരു വല്യപ്പയാണ്, ഒരു ഉസ്താദുമാണ്, അതേ അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നും ഇദ്ദേഹം കൂടെ പറയുന്നു. വല്ലാഹു അഅലം. ഫുള്ളാണ് ഓതേണ്ടത്. എന്നാൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു, ചില വെള്ളിയാഴ്ചയെങ്കിലും അതല്ലാത്തത് മാറ്റി ഓതൽ നല്ലതാണ്. കാരണം ആളുകൾ അത് നിർബന്ധമാണ്, അത് മാത്രമേ ഓതാവൂ എന്ന ധാരണ ആളുകൾക്ക് വരാതിരിക്കാൻ. ചിലപ്പോൾ വെള്ളിയാഴ്ച അല്ലാത്തത് ഓതി, അപ്പം അന്ന് ചിലപ്പോൾ എന്താ ഇമാമത് ഓതിയില്ലല്ലോ, എന്താ ഇപ്പം അത് പ്രശ്നം, അതൊരു ആക്ഷേപമായി വരും. അപ്പം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇത് സുന്നത്താണ്. അപ്പം സുന്നത്തേ ഉള്ളൂ, നിർബന്ധമല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇത് പതിവാക്കുന്ന ആളുകളും ഇടയ്ക്ക് ചില വെള്ളിയാഴ്ചകളിൽ അതല്ലാത്ത ഓതൽ നല്ലതാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഫതാവയിലൊക്കെ പറഞ്ഞ് കാണാൻ കഴിയും. അതിന് അല്ലാഹു അഅലം, അങ്ങനെ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. അല്ലാഹു അഅലം. സുന്നത്താണൊക്കെ, അപ്പം പകുതി ഓതി പ്രശ്നമൊന്നുമില്ല, തെറ്റായ കാര്യമൊന്നുമില്ല. ഓതികൾ കിട്ടും, മുഴുവൻ കിട്ടില്ല. അപ്പം സൂറത്ത് ഓതലിനെ സുന്നത്തുള്ളൂല്ലോ, ഫാത്തിഹ മാത്രമേ നിർബന്ധമുള്ളൂ. ഇനി വേറൊരു സൂറത്ത് ഓതിയില്ല, എന്നാലും നിസ്കാരത്തിന് ഭംഗമൊന്നുമില്ല. സൂറത്ത് ഓതൽ സുന്നത്താണ്. ആ ഓതുമ്പോൾ ഈ സൂറത്ത് അവിടെ സൈഡ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്, അത്രേ ഉള്ളൂ. വെള്ളിയാഴ്ച പിള്ളേർക്ക് ഏതും ഓതാം. എന്നാൽ ഈ സൂറത്ത് ഓതലോ അത് പ്രത്യേകം നബിയിൽ നിന്ന് വന്നു എന്നേ ഉള്ളൂ. എന്നാൽ അത് നിർബന്ധം തോന്നുന്നുവെങ്കിലോ ആ തോന്നൽ ഇല്ലാതാക്കണം എന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അതിപ്പോൾ ഈ ബിത്തറിലെ കുനൂത്തും ഷെയ്ഖ് പദങ്ങത്തിനാണ്. ബിത്തറിലെ കുനൂത്ത് പറഞ്ഞപ്പോഴും ഇബ്നു തൈമിയ്യ പറഞ്ഞത് ഇടയ്ക്കുന്ന കുനൂത്ത് ഓതാതെക്കണം. കാരണം അതും പറ്റുന്ന ആളുകൾക്ക് മനസ്സിലാക്കണമല്ലോ. മറ്റു വെച്ചാൽ അത് ഓതാതെ നിന്നാൽ ഭയങ്കര ആക്ഷേപവും എന്തൊരു ഫർദ് ഒഴിവാക്കിയ പോലെ ആളുകൾ സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ വിത്തറിൽ കുനൂത്ത് ഓതുന്ന ഇമാമാണെങ്കിൽ ഇടയ്ക്കൊരു ദിവസം കുനൂത്ത് ഇല്ലാതാക്കലും നല്ലത് തന്നെയാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ് കാണാൻ പറ്റും. വിത്തറിലെ കുനൂത്ത് പറ്റും. അതെ, അത് ഏത് നിസ്കാരത്തിലും നബീന് പ്രത്യേകമായി സുന്നത്തായി സ്ഥിരപ്പെട്ട ഏത് സൂറത്തുണ്ടെങ്കിലും അത് പൂർണ്ണമായി ഓതലാണ് നബിയുടെ മാതൃക. എന്നാൽ അതിന് പകുതി ഓതി, കാൽഭാഗം ഓതി, അതിനുള്ള കൂലിട്ടും ബാധകാണ്, അവിടെ ബാധകാണ്. കാരണം അതേ ഓതാവൂ എന്ന് ധാരണ ആളുകൾക്ക് വരാൻ പാടില്ല എന്ന്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് കാര്യങ്ങൾ പരമാവധി സൂക്ഷ്മത പാലിച്ച് അമലാക്കി മാറ്റാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.